പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തി സപാതുനഃ. ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. രാജവിദ്യാ രാജഗുഹ്യം പവിത്രമിദമുത്തമം പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. അശ്രദ്ധധാനാഃ പുരുഷാഃ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തെ മൃത്യുസംസാര വർത്തുമനി. ഈ 3 ശ്ലോകമാണ് കണ്ടത്. അതില് ഈ വിദ്യയെ ആദ്യത്തെ 2 ശ്ലോകം കൊണ്ട് സ്തുതിച്ചു. പവിത്രവും ഉത്തമവുമായ വിദ്യ എന്ന് പറഞ്ഞു. പിന്നെ പ്രത്യക്ഷമായിട്ട് അറിയാൻ കഴിയുന്നതാണ്, ധർമ്മത്തിൽ നിന്നും അനപേതമാണ്. അതായത് ചിലതൊക്കെ ചെയ്യുമ്പോൾ ചില അധർമ്മം ഉണ്ടാവും. ഇപ്പൊ യുദ്ധം പോലെ തന്നെ എന്ത് പ്രവൃത്തിയും അധർമ്മമില്ലാത്ത പ്രവൃത്തി ചെയ്യാൻ ഒക്കില്ല ലോകത്തില്. നല്ല കാര്യങ്ങൾ നമ്മൾ പറയണതിലൊക്കെ തന്നെ നല്ല കാര്യം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 70% നല്ലതും 30% ചീത്തയുണ്ടാവും. നല്ലത് മാത്രമായിട്ട് ഒരു കർമ്മം ലോകത്തിൽ ആർക്കും ചെയ്യാനേ സാധ്യമല്ല. എന്ത് ചെയ്താൽ ജീവിക്കുന്നത് തന്നെ ഒരു നല്ല കാര്യമല്ല. ആർക്കെങ്കിലും നമ്മൾ ഹിംസിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോ റിലേറ്റീവ്ലി നല്ലതെന്നേ പറയാൻ പറ്റുള്ളൂ. റിലേറ്റീവാണ്, അതൊക്കെ ആപേക്ഷികമാണ്. അപ്പൊ ഈ ബ്രഹ്മവിദ്യ ധർമ്മ്യം എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് മാത്രമേ ധർമ്മമുള്ളൂ പാന്ന്. ബാക്കിയുള്ള ധർമ്മമൊക്കെ റിലേറ്റീവ് ധർമ്മമാണ്. ഇപ്പൊ കൊല്ല എന്ന് പറയുന്നത് ധർമ്മമാണോ? പട്ടാളക്കാരെ വെക്കണത് ആവശ്യമുണ്ടോ ഒരു രാജ്യത്തിന് എന്ന് ചോദിച്ചാൽ, അവൻ നമ്മളെ തല്ലാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. അവൻ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ പട്ടാളക്കാരനോട് പറയാണ്, നീ നിന്റെ കർമ്മം ചെയ്യുക. യുദ്ധം ചെയ്യുന്നത് നിന്റെ ധർമ്മമാണ്, കൊല്ലണത് നിന്റെ ധർമ്മമാണ്. അത് വാസ്തവത്തിൽ ധർമ്മമാണോ? ഹിംസ ധർമാവോ? അല്ല. പിന്നെയോ റിലേറ്റീവാണ്. അപ്പൊ ലോകത്തിൽ നോക്കിയാൽ എല്ലാം റിലേറ്റീവാണ്. വാസ്തവത്തിൽ ധർമ്മം എന്ന് പറയുന്നത് അധ്യാത്മ ജീവിതം മാത്രമേ ഉള്ളൂ, ത്യാഗം മാത്രമേ ഉള്ളൂ. എനിക്ക് യാതൊന്നും വേണ്ട എന്ന് ആര് പറയണോ അവൻ കൂടുതൽ കൂടുതൽ ധർമ്മത്തിന്റെ അടുത്തോണ്ടിരിക്കും. അഹിംസ പരമോധർമ്മ എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു. പക്ഷെ വ്യവഹരിക്കുന്ന ആൾക്ക് അഹിംസയൊന്നും പറ്റില്ല. വ്യവഹാരം ചെയ്യുന്ന അഹിംസ ഇൻഡിവിജ്വലിന് കുറെയൊക്കെ പറ്റും, സിംഗുലറായിട്ട്. ഒരു സന്യാസം എടുക്കുമ്പോ അഭയം സർവഭൂതേഭ്യ എന്നാണ് പറയണത്. സന്യാസധർമ്മതാണ്. പ്രേക്ഷാമന്ത്രത്തോടുകൂടെ അഭയം സർവഭൂതേഭ്യ മത്തഃ അഭയം, എന്നിൽ നിന്ന് ഇനി ആർക്കും ഭയം ഉണ്ടാവില്ല. ഞാൻ ആരോടും മത്സരിക്കാനില്ല, ഒന്നും ഞാൻ കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ആള് മാക്സിമം ധർമ്മം സമ്പാദിക്കുകയാണ്. ഏറ്റവും വലിയ ധർമ്മം എന്താണ്? ഈ ഭഗവത് സാക്ഷാത്കാരമാകുന്ന ധർമ്മം. അതുകൊണ്ടാണ് ഭാഗവതത്തില് ധർമ്മ പ്രോജ്ജിത കൈതവ എന്ന് പറഞ്ഞത്. കൈതവമില്ലാത്ത ധർമ്മം എന്ന് പറഞ്ഞു, കാപട്യമില്ലാത്ത ധർമ്മം. ബാക്കി ധർമ്മത്തിലൊക്കെ ഒരു കാപട്യമുണ്ട്. അപ്പൊ ഈ രാജവിദ്യയെ ധർമ്മ്യം എന്ന് ഭഗവാൻ പറഞ്ഞു. ബാക്കിയൊന്നും തികച്ചും ധർമ്മ്യം എന്ന് പറയാൻ പറ്റില്ല. സുസുഖം കർത്തും അവ്യയം. സുസുഖം, ഇത് ചെയ്യാൻ വളരെ സുഖമമാണ്, ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പരമമായ സുഖത്തിനെ തരുന്നതാണ്. ഇതുകൊണ്ട് നേടുന്ന ആ ജ്ഞാനുണ്ടല്ലോ പിന്നെ നഷ്ടപ്പെട്ടു പോവുകയില്ല. ഈ ആത്മജ്ഞാനം ഒരിക്കൽ ഉദിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോവുകയില്ല. ബാക്കിയൊക്കെ തന്നെ വരികയും പോവുകയും ചെയ്യുന്ന സ്വഭാവമുള്ളതാണ്. പക്ഷേ സകൃദ്വിഭാതോയം ബ്രഹ്മലോക. ഒരു പ്രാവശ്യം പ്രകാശിച്ചത് തന്നെ. ഒരു പ്രാവശ്യം അറിയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അറിയപ്പെട്ടത് തന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോ അവ്യയം എന്ന് പറഞ്ഞു ഭഗവാൻ. അപ്പൊ ഇത്രയൊക്കെ ഈ വിദ്യയ്ക്ക് വിശേഷണം പറഞ്ഞു. ഇനിയിപ്പോ നോക്കൂ, അത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, അർജുന മയാ തതമിദം സർവം ജഗത് അവ്യക്തമൂർത്തിനാം മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷു അവസ്ഥിതഃ.
ഈ ജഗത്ത് മുഴുവൻ ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീതാഹ മാ ഗൃധഃ കസ്യസ്വിത് ധനം. ഇത് ഉപനിഷത്ത് മന്ത്രം. ഈശാവാസ്യ ഉപനിഷത്ത് 18 മന്ത്രമാണ്. ആ 18 മന്ത്രത്തിന് വ്യാഖ്യാനം പോലെയാണ് ഗീത 18 അധ്യായം. അതിൽ ആദ്യത്തെ മന്ത്രമാണത് ഈശാവാസ്യമിതം സർവം. ഈ ജഗത്ത് മുഴുവൻ ഈശ്വരനെ കൊണ്ട് വസ് ആച്ഛാദനെ ഒക്കെ മറച്ചു കളയുന്നു. ഇപ്പൊ നമ്മൾ ജഗത്തിനെ കൊണ്ട് ഈശ്വരനെ മറച്ചിരിക്കണം അല്ലേ? ജഗത്തിനെ കൊണ്ട് ഭഗവാനെ മറച്ചിരിക്കണം. നമുക്ക് ജഗത്ത് കാണപ്പെടുന്നുണ്ട്, ഭഗവാൻ കാണാനില്ല. ഇതെന്താ? ഇത് മൈക്ക്. ഇതെന്താ? ഇത് ചെയറാണ്. ഇത് ടേബിളാണ്. ഇത് ഫാനാണ്. ആകാശാണ്, ഭൂമിയാണ്, ജലമാണ്, അഗ്നിയാണ്, വായുവാണ് എന്ന് പറഞ്ഞ് പഞ്ചഭൂതാത്മകമായി പ്രപഞ്ചത്തിനെ കാണുന്നു. ഭഗവാനെ കാണാനില്ല. ഈ ഭഗവത് സാക്ഷാത്കാരം ഒരു വിചിത്രമായ കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ആ സാക്ഷാത്കാരം ഉണ്ടായ ആൾക്ക് ഭഗവാനല്ലാതെ ഒന്നും കാണാനില്ല. സാക്ഷാത്കാരം ഉണ്ടാകാത്ത ആൾക്ക് ഭഗവാനെ ഒരിടത്തും കാണാനില്ല. ജ്ഞാനിക്ക് ഖം വായുമഗ്നിം സലിലം മഹീംച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീന് സരിത് സമുദ്രാംശ ഹരേഃ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേത് അനന്യഃ. ഖം വായും അഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീന് സരിത് സമുദ്രാംശ ഹരേഃ ശരീരം. ഭാഗവതത്തിലെ 11 സ്കന്ധം നവയോഗി ഉപാഖ്യാനത്തിലെ ശ്ലോകാണ്. അവിടെ പറഞ്ഞു, ഭഗവത് സാക്ഷാത്കാരം ഉണ്ടായ ഭക്തന് ഇവിടെ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, നക്ഷത്രങ്ങള്, ദിക്കുകള്, ഇവിടെ കാണപ്പെടുന്ന മരം, മൃഗം, പക്ഷി, മൃഗാദികള് എല്ലാം തന്നെ ഹരേഃ ശരീരം. ഹരി ഒരു പക്ഷിയുടെ രൂപത്തില് ശരീരം ധരിച്ചു വരണം. ഹരി ഒരു മരത്തിന്റെ രൂപത്തിൽ നിൽക്കണു. ഹരി നദിയുടെ രൂപത്തിൽ ഒഴുകുന്നു. ഹരി സമുദ്രത്തിന്റെ രൂപത്തിൽ കാണപ്പെടുന്നു. ഹരി ആകാശമായിട്ട് നിൽക്കണു. ഹരി വായുവായിട്ട് വീശുന്നു. ഹരി ജലമായിട്ട് നിൽക്കണു. ഹരി അഗ്നിയായിട്ട് നിൽക്കണു. ഹരി പൃഥ്വിയായിട്ട് നിൽക്കണു. ഇതൊക്കെ തന്നെ ഹരിയുടെ ശരീരമാണ്. എന്ന് വെച്ചാൽ ഹരി തന്നെയാണെന്നർത്ഥം. യഃ പൃഥിവ്യാം തിഷ്ഠൻ യഃ പൃഥിവ്യാഃ അന്തരോ യം പൃഥിവീ ന വേദ യസ്യ പൃഥിവീ ശരീരം യഃ പൃഥിവീം അന്തരോ യമയതി ഏഷത്തെ ആത്മാ അന്തര്യാമി അമൃതഃ എന്ന് ഉപനിഷത്ത്, ഛാന്തോഗ്യോപനിഷത്ത് അന്തര്യാമി അധികരണം. ഭൂമിയുടെ ഉള്ളിൽ ആരിയ്ക്കണോ, ആർക്ക് ഭൂമി ശരീരമോ, ആര് ഭൂമിയുടെ ഉള്ളിലിരുന്ന് ഭൂമിയെ യമനം ചെയ്യുന്നുവോ, ആരെ ഭൂമി അറിയണില്ലയോ, അവൻ തന്നെയാണ് നിന്റെ ഉള്ളിലിരുന്ന് നിന്നെ യമനം ചെയ്തുകൊണ്ട് നീ അറിയാതിരിക്കണത്, നിന്റെ അന്തര്യാമി. നിന്റെ ഉള്ളിലെ ആ അന്തര്യാമിയെ നീ അറിഞ്ഞാൽ ഭൂമിയുടെ ഉള്ളിൽ ആ അന്തര്യാമിയാണ്, വായുവിൽ അന്തര്യാമിയാണ്, ആകാശത്തിൽ അന്തര്യാമിയാണ്, പൃഥ്വിയിൽ അന്തര്യാമിയാണ്, മരത്തിൽ അന്തര്യാമിയാണ്, ജലത്തിൽ അന്തര്യാമിയാണ്, അഗ്നിയിൽ അന്തര്യാമിയാണ്. സർവത്ര അന്തര്യാമിയായ ഒരേ പരമേശ്വരൻ തന്നെയാണ് ജഗത്തിൽ സർവവ്യാപിയായി തതം വ്യാപ്തമായിട്ട് ഇരിക്കണത്. ഇത് പരമഭാഗവതന്റെ ദർശനം. ഇതിനാണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്. സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം ആത്മനഃ ഭൂതാനി ഭഗവതി ആത്മനി ഏഷ ഭാഗവത ഉത്തമ. ഇവനെ ഭാഗവത ഉത്തമൻ എന്ന് പറഞ്ഞു. ഭാഗവതം ഭക്തോത്തമൻ. ആരാ ഭക്തോത്തമൻ എന്ന് വെച്ചാൽ സർവഭൂതേഷു യഃ പശ്യേത് ഭഗവദ്ഭാവം.
ആത്മനഃ ഭഗവത്ഭാവം എന്ന് വെച്ചാൽ ആത്മാവിനെ അറിഞ്ഞവന് സർവത്ര ആത്മാവിനെ ഗൂഢമായിട്ട് അവൻ കാണുന്നു. അപ്പോ സകലതും ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണുന്നു. ആ ദർശനത്തിന് വാക്കുകൊണ്ട് ഒരു ലിമിറ്റിനു മേലെ പറയാൻ പറ്റില്ല. ജനക മഹാരാജാവ് ആ സാക്ഷാത്കാരം നേടിയ ജനകൻ പറയണു, എങ്ങനെയാണ് ഞാൻ കാണണമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ്. കുതശ്ചിത് കൗശലാദേവ പരമാത്മാ വിലോക്യത്തെ എന്ന്. ഏതോ ഒരു കൗശലം എനിക്കുണ്ടായിരിക്കണു ഗുരുകൃപ കൊണ്ട്. ഇവിടെ ഇത്രയും നേരം ലോകം കണ്ടുകൊണ്ടിരുന്നു, ഇപ്പൊ ലോകം കാണാനില്ല എന്നാണ്. ഇത്രയും നേരം അധുനൈവ മയാദൃഷ്ടം നാസ്ത്യേതത് മഹദ് അദ്ഭുതം ക്വഗതം ഹേനവാനീതം കുത്രലീനമിതം ജഗത്. അധുനൈവ മയാദൃഷ്ടം നാസ്ത്യേതത് മഹദ് അദ്ഭുതം. ക്വഗതം എവിടെ പോയി? കേനവാനീതം ആര് കൊണ്ടുവന്നു, ആര് കൊണ്ടുപോയി? കുത്രലീനമിതം ജഗത്, ഈ ജഗത്ത് എവിടെ പോയി മറഞ്ഞു? അധുനൈവ മയാദൃഷ്ടം, കുറച്ചു നേരം മുമ്പ് ഞാൻ കണ്ടതാണല്ലോ. നാസ്ത്യേതത് മഹദ് അദ്ഭുതം. ഇതൊക്കെ ഇൻഎക്സ്പ്രസിബിൾ ആയിട്ടുള്ളതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. ശ്രുതി വേദം തന്നെ പറയണു, ഇതെന്താണ്? വൃക്ഷമാണ്. ഇതെന്താണ്? ഇത് കാടാണ്. കഗുംസ്വിത് വൃക്ഷ കിം തദ്വനം എന്ന് ചോദിച്ചു. വേദം തന്നെ ഉത്തരം പറഞ്ഞു, ബ്രഹ്മ തദ്വനം ബ്രഹ്മസ വൃക്ഷ ആസീത്. ബ്രഹ്മവനം ബ്രഹ്മസ വൃക്ഷ ആസീത്. ഈ കാട് ബ്രഹ്മമാണ്, ഈ വൃക്ഷം ബ്രഹ്മമാണ് എന്ന് വേദം പറയാം. യജുർവേദ മന്ത്രം, ഋഗ്വേദ മന്ത്രമാണിത്. യജുർവേദത്തിലൊക്കെ ഉണ്ട്. ബ്രഹ്മവനം ബ്രഹ്മസ വൃക്ഷ ആസീത്. ഇത് വനമാണ്, ഇത് വൃക്ഷമാണെന്ന് പറയാൻ വേദം വേണ്ട, നമ്മളുടെ അജ്ഞാനം മതി അല്ലേ? നമ്മളുടെ അജ്ഞാനം എന്ത് പറയണു? കാട്ടിൽ പോയി നോക്കിയപ്പോ ഇത് തേക്ക്, ഇത് മുറിച്ചാൽ നല്ല കാശ് കിട്ടും. എത്ര കിട്ടും? പിന്നെ മുറിച്ചു കടഞ്ഞു, എന്നിട്ട് നല്ല കട്ടിലുണ്ടാക്കി. ഇപ്പൊ തേക്ക് എന്ന് വിളിക്കണേ ഇല്ല, കട്ടിൽ, കോട്ട്. അതെന്ത് മരമാണെന്ന് അവൻ അറിയില്ല. അതാരെങ്കിലുമൊക്കെ വന്നിട്ട് ബ്ലേഡ് കൊണ്ട് വരച്ച് നോക്കിയിട്ട് മരം വിൽപ്പനക്കാരനോ മറ്റോ എന്ന് പറയണ ഇത് തേക്കാണ്, ഇത് ബർമ ടീക്കാണ്, കാട്ടു തേക്കാണ്, നാട്ടു തേക്കാണെന്നൊക്കെ പറയുമ്പോ ഓ അപ്പൊ തേക്ക്. അപ്പൊ തേക്ക് എന്നൊരു പേര് വന്നു. മരക്കച്ചവടക്കാരൻ തേക്ക് എന്നാണ് വിളിക്കണത്. ഇപ്പോ ഹോസ്പിറ്റലിൽ പോയാ നമ്മൾക്കൊക്കെ നല്ല പേരൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. വെങ്കട്രാമൻ, ഹരി, രാമചന്ദ്രൻ ഒക്കെ പേര് വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയാൽ പേഷ്യന്റ്, കേസ് പേഷ്യന്റ് എന്നൊക്കെയാണ് വിളിക്കുക അല്ലേ? അവർക്ക് നമ്മളുടെ പേരൊന്നും മുഖ്യമേ അല്ല അല്ലേ? പ്ലെയിനിൽ പോകുമ്പോ പാസഞ്ചർ എന്ന് വിളിക്കണ പോലെ, മരിച്ചു കഴിഞ്ഞാലോ ശവം, ജനിച്ചപ്പോ കുട്ടി, പേരൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പോ വാസ്തവത്തില് നമ്മളുടെ പേരില്ലാത്ത ആളുകളാണ് നമ്മളൊക്കെ. ഒന്നിനും പേരില്ല എന്നാണ് ഗൗഡപാദാചാര്യർ പറയണത്. പേരൊക്കെ തന്നെ വ്യവഹാരം വരുമ്പോ നിങ്ങൾ കൊടുക്കണതാണ്. ഇപ്പൊ ചെയർന്ന് വിളിക്കണു, ഇത് വാസ്തവത്തിൽ ചെയറാണോ? പാർട്ട് പാർട്ടായിട്ട് അഴിച്ചു നോക്കിയാൽ ഇത് ഏതോ ഒരു മരമോ മറ്റോ ആണ്. ഇത് എന്തു മരാന്ന് നമുക്കറിയില്ല. ആ മരത്തിനെയാണ് നമ്മൾ ഇപ്പൊ ചെയർന്ന് വിളിക്കണത്. ഇങ്ങനെ അവസാനം ആരാഞ്ഞു നോക്കുമ്പോ എല്ലാത്തിനും ഇപ്പൊ തേക്കിനെ തേക്കേന്ന് വിളിച്ചാൽ എന്തോന്ന് ചോദിക്കുവോ? തിരുവണ്ണാമലയിൽ ഒരു വലിയ സിദ്ധനുണ്ടായിരുന്നു, ശേഷാദ്രി സ്വാമികൾ. അദ്ദേഹത്തിനടുത്ത് ഒരു ഭക്തൻ പറഞ്ഞു, എനിക്ക് ബ്രഹ്മോപദേശം ചെയ്തു തരൂ സ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം സ്വാമി ഒരു എരുമയെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ഇടോ ഇതെന്താണ്? അത് എരുമയാണ് സ്വാമി എന്ന്. വീണ്ടും ചോദിച്ചു, ഇത് എന്നടാ ഇത് എരുമേ സ്വാമി. നീ താണ്ടാ എരുമേ? അത് ബ്രഹ്മമിടാ. നിന്റെ ഉള്ളിലാണ് എരുമ ഉള്ളത്. എരുമയ്ക്കിപ്പോ അത് എരുമയാണെന്ന് അറിയോ അല്ലേ? എരുമ എന്നുള്ള വാക്ക് നിന്റെ ഉള്ളിലല്ലേ ഉള്ളത്. എരുമയ്ക്ക് എരുമ എന്നൊരു വാക്കും അറിയില്ല, എരുമ എന്നൊരു ക്യാരക്ടറേ അതിന്റെ ഉള്ളിലില്ല. അതിനൊരു എക്സിസ്റ്റൻസ് മാത്രമാണ് അല്ലേ? ഒരു ഇരിപ്പ് മാത്രമാണ്. ആ ഇരിപ്പിന്റെ പേരെന്താ? അത് ചൈതന്യമാണ്, അത് ആത്മാവാണ്. പേരും ഊരും ഒക്കെ നമുക്കേ ഉള്ളൂ, ഒന്നിനും പേരില്ല എന്ന് ഗൗഡപാദാചാര്യർ പറഞ്ഞു. ശരി, പേരില്ല, രൂപമുണ്ടല്ലോ അല്ലേ? രൂപമുണ്ടല്ലോ എന്നാണ്.
രൂപം പരപ്രത്യക്ഷം മാത്രമാണ്. ഒന്നിനും അതിനതിന്റെ ഇരുപ്പിൽ രൂപമില്ല. എനിക്ക് നിങ്ങളെ ചിന്തിക്കുമ്പോഴേ രൂപമുള്ളൂ, എനിക്ക് എന്നെ ചിന്തിക്കുമ്പോൾ രൂപമേ ഇല്ല. എന്റെ അനുഭവം എനിക്ക് രൂപമേ ഇല്ല. എനിക്ക് നിങ്ങളാണ് ഫോം, നിങ്ങൾക്ക് ഞാൻ രൂപമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇരുപ്പിൽ രൂപമേ ഇല്ല. വാസ്തവത്തിൽ ഒന്നിനും പേരുമില്ല രൂപവുമില്ല. പേരും ഒരു രൂപമൊന്നും ഇല്ലാത്ത ആളുകളാണ് നമ്മളൊക്കെ. അതാണ് അവ്യക്തമൂർത്തി എന്ന് ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞത് അവ്യക്തമൂർത്തി. സ്വർണം വളയും മാലയും മോതിരവും കിരീടവും കങ്കണവും ഒക്കെ ആയിട്ട് മാറണം. വള, മാല, മോതിരം, കിരീടം എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന പേരാണ്, വ്യവഹാരാർത്ഥം. അതെന്താണ്? സ്വർണം വളയായതുകൊണ്ടോ മാലയായതുകൊണ്ടോ മോതിരമായതുകൊണ്ടോ അതിന്റെ സ്വർണത്വം നഷ്ടപ്പെടുത്തിയോ? നഷ്ടപ്പെട്ടിട്ടേ ഇല്ല അല്ലെ? സ്വർണം തന്നെ. വളയായിരിക്കുമ്പോഴും സ്വർണം തന്നെ, ആദ്യവും സ്വർണം തന്നെ, ഇനി ഉരുക്കിയാലും സ്വർണം തന്നെ. തട്ടാന് അത് വളയോ മാലയോ ഒന്നുമല്ല, സ്വർണ്ണമാണ്. കക്കാൻ വരുന്ന കള്ളന് അത് പാറ്റേൺ ഒന്നും അയാൾക്ക് മുഖ്യമേ ഇല്ല, അയാൾക്ക് സ്വർണമാണ്. അയാൾ എടുത്തോണ്ട് പോകും. അയാൾ കനകൈക മഹാദൃഷ്ടി. അതുപോലെ ഈ പ്രപഞ്ചം അനേക നാമരൂപങ്ങളോട് കാണപ്പെടുന്നതൊക്കെ തന്നെ ഒരേ വസ്തുവാണ്. അത് തന്നെയാണ് മയാ തതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന. ഭഗവാൻ ഞാനാണ് ഇതൊക്കെ. ഒരു ജ്ഞാനിക്ക് ഈ അനുഭവം ഉണ്ടാവുമ്പോഴും ഞാനല്ലാതെ വേറെ ഒന്നുമില്ല എന്നാണ് അനുഭവം. അഹമേവ സർവം നമത്തഃ അന്യത്. അപ്പോ ആ അനുഭവമാണ് ജ്ഞാനിക്കും. വാസുദേവ സർവം, സകലതും വാസുദേവനാണ്. ഞാനും നീയും അവനും സകലതും വാസുദേവനാണ് എന്നുള്ള അനുഭവമാണ് ജ്ഞാനിയുടെ അനുഭവത്തിൽ. വാസുദേവൻ ഒരു വ്യക്തിയല്ല, ചൈതന്യസ്വരൂപനാണ്. അപ്പം മത്സ്ഥാനി സർവഭൂതാനി, ഭഗവാൻ പറയണത് എല്ലാ ഭൂതജാലങ്ങളും എന്നിലാണ് ഇരിക്കുന്നത് അർജുന. നജാഹം തേഷു അവസ്ഥ, ഞാൻ അതിലല്ല എന്നാണ്. എന്നുവെച്ചാൽ ഒരു ഫോം പോയതുകൊണ്ട് ആ അഖണ്ഡത്തിനൊന്നും ആവണില്ല. ഒരു നാമരൂപം നഷ്ടപ്പെട്ടത് കൊണ്ട് അതിലൊന്നും നഷ്ടാവണില്ല, അത് അവ്യയമാണ്. ഒരു നാമരൂപം പൊന്തി അവസാനിക്കുമ്പോൾ ഒന്നും നഷ്ടാവണില്ല. അവസാനം നോക്കിയാൽ ജനനം മരണം ഒന്നുമില്ല. അഖണ്ഡമായ വസ്തുവിന് ഒന്നും മാറ്റം വരണില്ല. സകല പ്രാണികളും ആത്മാവിൽ ഇരിക്കണം. ആത്മാവിലാണ് സകലതും അനുഭവപ്പെടുന്നത്. സകലതിനെയും ഞാൻ ഈ ആത്മാവിൽ കാണുന്നു. പ്രപഞ്ചം മുഴുവൻ എന്നിലിരിക്കുന്നതായിട്ട് കാണുന്നു. സകല നാമരൂപങ്ങളും എന്നിലാണ് അനുഭവപ്പെടുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഞാൻ പ്രപഞ്ചത്തിനെ കാണുന്നത്. ഇന്ദ്രിയമോ എന്റെ മനസ്സിലാണ് ഇരിക്കുന്നത്. മനസ്സോ എന്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുമ്പോഴാണ് ഇന്ദ്രിയങ്ങൾ കാണുന്നത്. അപ്പൊ പ്രപഞ്ചം മുഴുവൻ ഇന്ദ്രിയങ്ങളിലടക്കം, ഇന്ദ്രിയമോ മനസ്സിലടക്കം, മനസ്സോ ഹൃദയത്തിലടക്കം, ഹൃദയമോ എന്റെ സ്വസ്വരൂപത്തിലടക്കം. അപ്പൊ എന്റെ സ്വസ്വരൂപത്തില് മനസ്സ് ഉദിക്കുകയും മനസ്സ് ഇന്ദ്രിയങ്ങളായി മാറി പ്രപഞ്ചത്തിനെ പുറത്ത് കാണിക്കുകയും ചെയ്യണു. പ്രപഞ്ചം മുഴുവൻ ഞാനാകുന്ന സത്യത്തിൽ ഉദിച്ച് നിന്ന് അസ്തമിക്കണതാണ്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജ അന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാത് കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവ അദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഈ വിശ്വം മുഴുവനും സ്വപ്നത്തിൽ പലത്, നമ്മളിപ്പോ പ്രഭാഷണം മുഴുവൻ സ്വപ്നത്തിൽ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? പ്രഭാഷണം സ്വപ്നത്തിൽ കാണുന്ന പോലെ തന്നെ ജാഗ്രതത്തിലും ഒരു വ്യത്യാസമില്ല. ഈ ശരീരവും കാണപ്പെടുന്ന പ്രപഞ്ചവും ഒക്കെ തന്നെ ഒരേ ചൈതന്യത്തിൽ ബോധത്തിൽ ഉദിച്ച് ബോധമാവുന്ന സ്ക്രീനിൽ കാണപ്പെടുന്ന ഫിലിമാണ്. ഇവിടെ കാണുന്നവനും കാണപ്പെടുന്ന പൊരുളും ആ കാക്ഷി ഉണ്ടല്ലോ, ആ ദർശനം, ആ ത്രിപുടി, ഇത് മൂന്നും ഒന്നാണ്. ഇതിൽ കൂടുതൽ പറയാൻ പാടില്ല. അപ്പോ ഇതിൽ കൂടുതൽ അനുഭവത്തിൽ വരണം. സാക്ഷാത്കാരം ഉണ്ടാവുമ്പോ, അനുഭവം ഉണ്ടാവുമ്പോ കോൺട്രഡിക്ഷനേ ഉണ്ടാവില്ല. ബ്രെയിന് കൊണ്ട് പിടിക്കുമ്പോ കോൺട്രഡിക്ഷൻ ഉണ്ടാവും. ഇന്റലക്റ്റിനെ എത്ര തന്നെ നിങ്ങൾ കൺവിൻസ് ചെയ്യൂ, കോൺട്രഡിക്ഷൻ ഉണ്ടാവും.
നേരെ നമ്മൾ ഹൃദയസ്ഥാനത്തിൽ പോയാൽ ആ അനുഭവം ഉണ്ടാവുമ്പോൾ സംശയമേ ഇല്ല. എന്തൊക്കെ വിപരീതമായിട്ട് തോന്നുന്നു അതൊക്കെ ചേരും അവിടെ. അതുകൊണ്ടാണ് ശ്രുതി വിപരീതാർത്ഥം കൊണ്ട് തന്നെ ബ്രഹ്മത്തിനെ ബോധിപ്പിക്കുന്നത്. തദ്ദേജതി തന്നൈജതി തദ്ദൂരേ തദന്തികേ തതു സർവ തദ്ദൂരേ തതു അന്തികേ തതു സർവസ്യാസ്യ ബാഹ്യതഃ. അത് ഇളകുന്നു, അത് ഇളകുന്നില്ല, അത് ദൂരത്തിലാണ്, അത് ഏറ്റവും അടുത്താണ്, അത് പുറത്താണ്, അല്ല എല്ലാവരുടെയും അകത്താണ്. എന്താ ഇങ്ങനെ പറയണത്? ആവോ, നമുക്കിത് മനസ്സിലാവണില്ലല്ലോ. നിനക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാ പറഞ്ഞത്. നിനക്ക് മനസ്സിലായാൽ ബ്രഹ്മമാവില്ല അത്. കാരണം മനസ്സിന്റെ ഉള്ളിൽ അകപ്പെട്ടാൽ മനസ്സ് തന്നെ ലിമിറ്റഡ് ആണ്. മനസ്സുകൊണ്ട് ഗ്രഹിക്കപ്പെടുന്ന പദാർത്ഥങ്ങളൊക്കെ ലിമിറ്റഡായി പോവും. എപ്പോഴാണോ നിശ്ചല തത്വേ ജീവൻ മുക്തി, ഈ മനസ്സ് അക്ഷലമാവണത്, അപ്പൊ അഖണ്ഡമായ വസ്തു അതില് പ്രകാശിക്കും. ആകാശകൽപ്പമായ വസ്തുവിനെ അല്പമായ ഒരു മനസ്സുകൊണ്ട് പിടിക്കാനുള്ളതല്ല. അപ്പോ അതുകൊണ്ട് അനുഭവം ഉണ്ടാവുമ്പോൾ സംശയമേ ഇല്ല. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, സർവഭൂതങ്ങളും എന്നിൽ മത് സ്ഥാനി, സ്ഥം എന്ന് വെച്ചാൽ ഇരിക്കുക എന്നർത്ഥം. മത് സ്ഥാനി എന്ന് വെച്ചാൽ ഞാനാകുന്ന സ്ഥാനത്തോടു കൂടിയതാണ് എല്ലാ വസ്തുക്കളും. നിങ്ങൾ എവിടെ ഇരിക്കണോ അവിടെ തന്നെ ഭഗവാൻ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തിനെ വേണമെങ്കിലും നഷ്ടപ്പെടുത്താം, ഭഗവാനെ നഷ്ടപ്പെടുത്താനേ പറ്റില്ല. നിങ്ങൾക്ക് ശരീരം പോയി പോകും, നിങ്ങളുടെ മനസ്സ് പോയി പോകും, നിങ്ങളുടെ അറിവ് പോയി പോകും, പക്ഷെ ഭഗവാൻ നിങ്ങളെ വിട്ട് പോവാനേ പറ്റില്ല. നമ്മൾ പറയണത് ഭഗവാനെ കിട്ടണില്ല, കാണാനില്ല എന്നാണ്. ഭഗവാൻ പറയണത് ഞാൻ നിന്നെ വിട്ട് പോവാനേ പറ്റില്ലല്ലോ. പ്രഹ്ലാദനോട് ഹിരണ്യകശിപു ചോദിച്ചു, എവിടെയാടാ വിഷ്ണു? അച്ഛാ, എവിടെയും ചോദിക്കില്ല, ഈ കൈ തൂക്കണത് ഹരിയെ കൊണ്ടാണ്. വിഷ്ണു എവിടെയും ചോദിക്കുന്നത് തന്നെ ആ വിഷ്ണുവിനെ കൊണ്ടാണ്. ത്വം വായുരഗ്നിരനിൽ ത്വം വായുരഗ്നിരവനിർവിയദംബുമാത്രാഃ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ. പ്രഹ്ലാദൻ പറയാണ്, ന തദസ്തി, എന്താ ഭഗവാനെ അങ്ങേ വിട്ടുകഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്തുവുമില്ല. ത്വം വായുഃ അഗ്നിഃ അവനിഃ വിയദംബുമാത്രാഃ പ്രാണേന്ദ്രിയാണി ഹൃദയം ചിദ് അനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ. എല്ലാം അവിടുന്നാണ്. ഏവം വിമർശ്യ സുധിയോ വിരമന്തി ശബ്ദാത്. പ്രഹ്ലാദൻ പറഞ്ഞു, ജ്ഞാനികൾ ഇങ്ങനെ വിമർശനം ചെയ്ത് എല്ലാം ഹരിയുടെ സ്വരൂപമാണെന്ന് വിമർശനം ചെയ്ത് ചിന്തിക്കുന്നത് തന്നെ വിട്ടുകളയണോ ഭഗവാനിൽ നിന്ന്. വേദവാക്യൻ വേദത്തിനെ തരണം ചെയ്തു പോകുന്നു, ശബ്ദത്തിനെ തരണം ചെയ്തു പോകുന്നു, ചിന്തിക്കൽ തന്നെ അവസാനിപ്പിക്കണം. ഇനി ഒന്നും ചിന്തിക്കാനില്ല, എല്ലാം ഭഗവത് സ്വരൂപമാണ്. ഭഗവത് സാക്ഷാത്കാരം വേണോ? ഇപ്പൊ കിട്ടും. എന്താ വഴിയെന്ന് വെച്ചാൽ എല്ലാം ഭഗവാനാണ് എന്ന് ഒറ്റ വാക്ക് അതങ്ങോട്ട് സ്വീകരിക്കുക, എന്നിട്ട് ചിന്തിക്കണത് അങ്ങോട്ട് നിർത്താം. സകലതും ഭഗവാനാണ്. നിങ്ങൾക്ക് ഈ വാക്ക് സ്വീകരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടായി. എല്ലാം ഭഗവാനാണ്, ഭഗവാനിന് അന്യമായിട്ട് ഒന്നുമില്ല. പ്രഹ്ലാദൻ പറയണു, ത്വം വായുഃ അഗ്നിഃ അവനിഃ വിയദ് അംബു മാത്ര. ഭഗവാനെ അങ്ങാണ് വായു, അങ്ങാണ് അഗ്നി, അങ്ങാണ് ഭൂമി, അങ്ങാണ് ആകാശം, അങ്ങാണ് ജലതന്മാത്രകള്, അങ്ങാണ് ഉള്ളിലുള്ള ചിത്തവൃത്തികള്. പ്രാണേന്ദ്രിയാണി ഹൃദയം, പ്രാണൻ അവിടുന്നാണ്, ഇന്ദ്രിയങ്ങൾ അവിടുന്നാണ്, മനസ്സ് അവിടുന്നാണ്, ഉള്ളില് ഞാൻ എന്ന് പറയുന്ന ചിത്ത് ഉണ്ടല്ലോ അത് അവിടുന്നാണ്. ഇതിനെല്ലാത്തിനും മേലെ കൃപ എന്ന് പറയുന്നതും അവിടുന്നാണ്. എന്നിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ശരി, പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പ്രഹ്ലാദൻ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായ പ്രഹ്ലാദൻ പറയണു ഇതൊക്കെ ഞാൻ എല്ലാം ഭഗവാനാണെന്ന്. ഈ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറേ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഭാഗവതം എഴുതിയ വേദവ്യാസ ഭഗവാൻ. ശരി, വേദവ്യാസനാണോ ഭാഗവതം എഴുതിയത് നിങ്ങൾ ചോദിക്കുക. ആരോ ഒരാൾ ഭാഗവതം എഴുതി, അയാള് ആ ജ്ഞാനഗ്രന്ഥം, അത്ര പ്രബലമായ ജ്ഞാനഗ്രന്ഥത്തിനെ
ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. കൃപയുണ്ടെങ്കിൽ ശ്രദ്ധയുണ്ടാവും, വിശ്വാസം ഉണ്ടാവും. ഒറ്റ അടിക്ക് കാര്യം നടന്നു പോകും. വലിയ വിഷമമൊന്നുമില്ല. ഇവിടെ സകലതും ഭഗവത് സ്വരൂപമാണ് എന്ന് ഋഷിവചനത്തിനെ സ്വീകരിച്ചാൽ മതി. ആചാര്യസ്വാമി ഒരു ശ്ലോകത്തിൽ പറയണു, ശിവോഹം എന്ന് പറയണ്ടല്ലോ, അതെങ്ങനെ നിനക്ക് സാക്ഷാത്കാരം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ദേശികോക്തിയാ ശിവോഹം. എന്റെ ഗുരുനാഥൻ പറഞ്ഞു, ഞാൻ ഈ ശരീരമൊന്നുമല്ല, ശിവമാണ്. അപ്പൊ ദേശികോക്തിയാ ശിവോഹം എന്നാണ്. ആ ഗുരുവിന്റെ വചസ് കൊണ്ട് ഞാൻ ശിവമാണെന്നാണ്. എന്റെ ബുദ്ധി, ഇത്തിരിയുള്ള ബുദ്ധി, അത് ചിലപ്പോഴൊക്കെ പറയും ഞാൻ ആണാണ് പെണ്ണാണ്, അറിവുള്ളവനാണ് അറിവില്ലാത്തവനാണെന്ന്. അതിനെ ആര് കെയർ ചെയ്യണു? ദേശികോക്തിയാ ശിവോഹം. അത്ര വിശ്വാസം വേണം. സത്സംഗത്തിലൊക്കെ കേട്ടിട്ടും സാധനയൊക്കെ ചെയ്തിട്ടും എനിക്ക് കിട്ടണില്ല എന്ന് പറയണത് വിനയം കൊണ്ടല്ല, അഹങ്കാരം കൊണ്ടാണ്. എന്താന്ന് വെച്ചാൽ ശ്രദ്ധയില്ലാത്തതുകൊണ്ട്, വിശ്വാസമില്ലാത്തതുകൊണ്ട്. വാസ്തവത്തിൽ ഗുരുഭക്തി ഉണ്ടെങ്കിൽ, ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്നും ആഗ്രഹിക്കില്ല. ജ്ഞാനം പോലും ആഗ്രഹിക്കില്ല, സാക്ഷാത്കാരം പോലും ആഗ്രഹിക്കില്ല, ജീവൻ മുക്തി പോലും ആഗ്രഹിക്കില്ല. ഭക്തന്മാരൊക്കെ പറയണു എനിക്ക് ഒന്നും വേണ്ടാന്ന്. നല്ലൊരു ഡ്രൈവറുടെ കയ്യിൽ കൊടുത്താൽ നമ്മൾ സുഖമായിട്ട് ബാക്ക് സീറ്റിലിരിക്കില്ല. ഇതുപോലെ എപ്പോ ഭഗവാൻ പറഞ്ഞു സകലത് ഞാനാണെന്ന് ഭഗവാന്റെ വാക്കുകൊണ്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞു, പിന്നെ ഇനി നമുക്ക് എന്താ വിഷമം? ഇവിടെ മൈക്കില്ല, ഇവിടെ ചെയറില്ല, ഇവിടെ സ്റ്റേജില്ല, ഇവിടെ നിലമില്ല, ഇവിടെ ദിക്കുകളില്ല, ആകാശമില്ല, വായുവില്ല, അഗ്നിയില്ല, ജലമില്ല, നാരായണം മാത്രമേ ഉള്ളൂ. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. പലത് തോന്നണ ഭ്രമം എടുത്തു കളഞ്ഞാൽ മതി. നാമരൂപത്തിനെ തേന ത്യക്തേന ഭുഞ്ജീതാഹ. ശ്രുതി പറഞ്ഞു നാമരൂപത്തിനെ ശ്രദ്ധിക്കാതെ അത് ഹരിയാണ്. ഓരോരുത്തന്റെ പേരും ഹരിയാണ്. പറഞ്ഞു തുടങ്ങുക. സകലതും ഭഗവാനാണ്. എനിക്ക് ആരോടെങ്കിലും വെറുപ്പ് തോന്നുന്നുണ്ടോ? അത് ഭഗവാനാണ്. വ്യവഹാരത്തിന് വേണ്ടി നമ്മൾ വ്യത്യാസമൊക്കെ കണ്ടാൽ പോലും ഭഗവാനാണ്. ഈ പാണ്ഡുരംഗ ഭക്തന്മാരിൽ ഒരു ഭക്തൻ, അദ്ദേഹം പാടി പച്ചക്കറിത്തോട്ടാണ്. അദ്ദേഹം അമ്പലത്തിലേക്കൊന്നും പോവില്ല അത്ര. പച്ചക്കറിത്തോട്ടത്തില് മുരിങ്ങക്കയുടെ രൂപത്തിലിരിക്കുന്ന പാണ്ഡുരംഗ, വെണ്ടക്കയുടെ രൂപത്തിലിരിക്കുന്ന പാണ്ഡുരംഗ, ഗോതമ്പിന്റെ രൂപത്തിലിരിക്കുന്ന പാണ്ഡുരംഗ എന്നൊക്കെ പറഞ്ഞ് പാടുമ്പോ ആ കഥയിൽ പറയണേ, ജ്ഞാനേശ്വരനും നാമദേവനും കണ്ടുവത്ത് ഒരു ദിവസം പാണ്ഡുരംഗൻ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് തോട്ടത്തിലേക്ക് പോവുകയാണെന്നാണ്. ജ്ഞാനിയുടെ പുറകെ ഞാൻ നടക്കുന്നു ഭഗവാൻ പറഞ്ഞല്ലോ. ജ്ഞാനീതു ആത്മൈവമേ മതം. അഭേദം പോയി. അപ്പോ സകലതും ഭഗവത് സ്വരൂപമാണ് എന്ന് ഇത് വായു കൊണ്ട് പറയല്ല. ഇതിന്റെ പ്രവൃത്തി എന്താണ് ഇനി ഭഗവാൻ പറയാൻ പോണം. നോക്കൂ അടുത്ത ശ്ലോകം. നച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. നച മത്സ്ഥാനി ഭൂതാനി. ഇപ്പൊ പറഞ്ഞു ഭഗവാൻ മത്സ്ഥാനി ഭൂതാനി എന്ന് പറഞ്ഞു. ഭൂതങ്ങളൊക്കെ എന്നിലിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ അതേ വായ കൊണ്ട് പറയണു ഒരു ഭൂതങ്ങളും എന്നിലില്ല. അതെങ്ങനെയാ ഭഗവാനെ? അതാണ് യോഗം, ഐശ്വരം. അതാണ് യോഗമായ ഭഗവാന്റെ യോഗം, ഭഗവാന്റെ ശക്തി. ഉണ്ട് ഇല്ല. സ്പിരിച്വൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മളുടെ ഭാഷ, ലൗകിക ഭാഷ, അതിൽ ഒരുപാട് ഇരടലുകളുണ്ട്. ഋഷികളുടെ ഭാഷ അലൗകിക ഭാഷയാണ്. ഋഷിത്വം എന്ന് പറഞ്ഞാൽ ആ ഭാഷയിൽ ഞാൻ, നീ, അവൻ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെ ഇല്ലാതെ വ്യവഹാര ഭാഷ പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഋഷികളുടെ ഭാഷ എന്ന് പറഞ്ഞാൽ അതിൽ ഞാനില്ല, നീ ഇല്ല, അവനില്ല, പദാർത്ഥങ്ങളൊന്നും പദാർത്ഥങ്ങളല്ല. അത്തരത്തിലുള്ള ഒരു അലൗകിക ഭാഷ. മൗനം എന്ന് പറഞ്ഞാൽ വായടച്ചിരിക്കുന്നത് താമസ മൗനമാണ്. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് താമസ മൗനം. ഒരാള് അധികമൊന്നും മിണ്ടില്ല, മിണ്ടിയ കുഴപ്പമാവും, മിണ്ടുന്നത്, അത് താമസ മൗനം.
രാജസ മൗനം എന്താന്ന് വെച്ചാൽ സദാ നാമം ജപിച്ചുകൊണ്ടിരിക്കാം, ആവശ്യത്തിന് മാത്രം വർത്തമാനം പറയാതെ. സാത്വിക മൗനം എന്താന്ന് വെച്ചാൽ സദാ വേദാന്ത വിഷയങ്ങൾ, അലൗകികമായ ഭാഷ ആയിത്തീർന്നാൽ അയാളുടെ വർത്തമാനം സാത്വിക മൗനമാണെന്നാണ്. സത്വാതീത മൗനം ഒന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ മിണ്ടാതിരുന്നാൽ തന്നെ ജ്ഞാനം അങ്ങനെ വിനിമയമായിക്കൊണ്ടേയിരിക്കും, പറയണമെന്ന് പോലുമില്ല. പറയാതെ തന്നെ ഈ ബ്രഹ്മവിദ്യ രമണ ഭഗവാന്റെ ഉണ്ടായിരുന്ന ആ സ്റ്റേറ്റ്, ദക്ഷിണാമൂർത്തിയുടെ ജ്ഞാനികൾക്കൊക്കെ ആ പവറുണ്ട്. ഇൻ വേരിയസ് ഡിഗ്രീസ് അവരിൽ അതുണ്ടാവും. അവർ മിണ്ടാതിരുന്നാലും അത് വിനിമയമാവും, പറഞ്ഞാലും വിനിമയമാവും. ഇൻ വേരിയസ് ഡിഗ്രീസ് അതുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ വസ്തു ഒരു ചന്ദനത്തിരി കൊളുത്തി വെച്ചാൽ അതിങ്ങനെ വാഫ്റ്റ് ചെയ്യുന്ന പോലെ ആ അനുഭവം അവിഛിന്നമാണ്. അവരുറങ്ങുകയാണെങ്കിലും അതുണ്ടാവും, ഉണർന്നിരിക്കുമ്പോഴും ഉണ്ടാവും. സദാ അവിഛിന്നമായ വിനിമയം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അൺഇൻറ്ററപ്റ്റഡ് എലക്വൻസ് ആണത്. അപ്പോ അങ്ങനെ ഒരു അലൗകിക ഭാഷ അവിടെ ഭഗവാൻ പറഞ്ഞു. എന്റെ യോഗമായ നോക്കൂ അർജുന, ഒരു ഭൂതജാലങ്ങളും എന്നിലില്ല, ഞാനല്ലാതെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? ഭൂതങ്ങളൊക്കെ എന്നിലിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു ഒരു ഭൂതങ്ങളും എന്നിലില്ല. ഭൂതഭൃത്, ഞാൻ എല്ലാ ഭൂതങ്ങളെയും ധരിക്കണു. നച്ച ഭൂതസ്ഥ, ഞാനേ ഈ പ്രാണികളിലൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട. ഒരു കുടത്തിനകത്ത് വെള്ളം നിറച്ചു. അപ്പൊ ആകാശത്തിലെ സൂര്യൻ അതിൽ പ്രതിഫലിച്ചു കണ്ടു. അപ്പൊ പ്രതിഫലിതമായ സൂര്യൻ എവിടെയാ? പ്രതിബിംബം ആ ജലത്തിനുള്ളിൽ. ആ വെള്ളം കൊട്ടിക്കഴിഞ്ഞാൽ ആ പ്രതിബിംബ സൂര്യൻ നശിച്ചുപോകും. വാസ്തവത്തിൽ ആ പ്രതിബിംബ സൂര്യൻ ആകാശത്തിലാണ്, ഈ ജലത്തിൽ പ്രതിബിംബിച്ചിട്ടൊന്നുമില്ല. അതേപോലെ ഓരോ ശരീരത്തിലും കാണുന്ന ചൈതന്യത്തിന് ഈ ശരീരത്തിന്റെ നാശം കൊണ്ടൊന്നും ഒന്നും വരാനില്ല. എല്ലാ ശരീരത്തിനെയും ഞാൻ വഹിച്ചുകൊണ്ടിരിക്കണു, പക്ഷെ ശരീരത്തിലൊന്നും ഞാനില്ല. ഈ ഞാൻ എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഈ ഞാൻ എന്ന് പറയുന്ന അനുഭവം ശരീരത്തിൽ എവിടെയുമില്ല. വലിയ ആശ്ചര്യമാണ്. ഞാൻ എന്ന് പറയുന്ന അനുഭവം കൈയാണോ കാലാണോ ഒന്നുമല്ല, ഹാർട്ടാണോ ഒന്നുമല്ല. ഹാർട്ട് നിൽക്കുന്നത് കൊണ്ട് ആളുകൾ മരിക്കണതൊന്നുമല്ല, മരിക്കുമ്പോ ഹാർട്ട് നിൽക്കുകയാണ്. കറണ്ട് പോകുമ്പോ ഫാൻ നിൽക്കണു, അല്ലാതെ ഫാൻ നിന്നത് കൊണ്ടൊന്നുമല്ല കറണ്ട് പോണത്. ഇതിപ്പോ തെറ്റിദ്ധരിക്കുകയാണ്. ചിലപ്പോ സർജറി ചെയ്യുമ്പോഴൊക്കെ ഹാർട്ട് നിർത്തി സർജറി ചെയ്തിട്ട് അത് പിന്നെ ഇളക്കി വിടണമൊക്കെ ചെയ്യണല്ലേ അല്ലേ? ഒരു അംഗത്തിന്റെയും ആവശ്യമില്ല ഉള്ളിലുള്ള ചൈതന്യത്തിന്. എന്നാലും ആളുകൾക്കൊക്കെ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, നീ പേര് വാങ്ങിക്കോളൂ എന്നാണ്. ഞാനിവരെയൊക്കെ ഓൾറെഡി കൊന്നു കഴിഞ്ഞു, നീ പേര് വാങ്ങിക്കോളൂ എന്ന് പറയണ പോലെ ഭഗവാൻ ഈ ശരീരത്തിലുള്ള ഹാർട്ടിനും കിഡ്നിക്കും ലിവർക്കും ഒക്കെ ഓരോരോ പേര് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ പേര് വാങ്ങിച്ചോളൂ. കിഡ്നി ഫെയിലായാൽ നമ്മൾ പോയി, ഹാർട്ട് പോയാൽ നമ്മൾ പോയി എന്നാണ്. ശ്രദ്ധിക്കാതിരുന്നാൽ ചിലപ്പോൾ കിഡ്നി ഹാർട്ടും ഒന്നുമില്ലാതെ പ്രാരബ്ധം കഴിഞ്ഞവരിയ്ക്കും. പക്ഷെ നമുക്ക് പേടിയാണ്. ഇതൊക്കെ ഫെയിലായത് പോവും. ആയുർവേദത്തിലെ സമ്പ്രദായത്തിൽ ഇതിനൊക്കെ ഈഗോ ഉണ്ടെന്നാണ്, ഇതിനൊക്കെ അഹങ്കാരമുണ്ട്. ഇതൊക്കെ ഓരോ പ്രത്യേക ആളുകളാ. ലിവറിനൊരു ഈഗോ ഉണ്ട്, ഹാർട്ടിനൊരു ഈഗോ ഉണ്ട്. ഇവർ തമ്മിലുള്ള ശണ്ടൊക്കെ ഉണ്ട് ഉള്ളില്. ഒരാളെ ശ്രദ്ധിച്ചാൽ വേറെ ഒരാൾ കൂട്ടാക്കില്ല, സ്ലഗ്ഗിഷാവും, പറഞ്ഞാൽ കേൾക്കില്ല, വഴങ്ങില്ല. ഇതിനൊക്കെ അഹങ്കാരം ഉണ്ടെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, വേണമെങ്കിൽ ആരോപിക്കുകയാണെങ്കിൽ ഓരോന്നും ഓരോ പേഴ്സണാണ്. പക്ഷേ ഇതൊന്നും വാസ്തവമല്ല. ഈഗോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നിനുമില്ല. അപ്പോ ഭൂതബൃന്നച്ച ഭൂതസ്ഥ, ഭഗവാൻ പറഞ്ഞു ഈ ഭൂതങ്ങളൊക്കെ എന്നിലാണ് നിൽക്കുന്നത് അർജുന. മമാത്മാ ഭൂതഭാവന, ഞാനുണ്ടല്ലോ ഭൂതഭാവനാണ്. ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. വിഷ്ണു സഹസ്രനാമത്തിലും ഭഗവാൻ ഭൂതഭാവന എന്നൊരു പേരുണ്ട്. ഭൂതാൻ ഭാവയതി, ഭഗവാന്റെ ഭാവനയാണ് നമ്മളൊക്കെ. അനേക ഭാവങ്ങള് ആത്മാവിൽ ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്യുന്നു. യഥാ സുദീപ്താത് പാവകാത് വിസ്ഫുലിംഗാഃ സഹസ്രശഃ പ്രഭവന്തേ സരൂപാഃ
തഥാക്ഷരാത് സൗമ്യഭാവാഃ പ്രജായന്തേ തത്ര ചൈവാപി യന്തി എന്ന് വേദം. യഥാ സുദീപ്താത് പാവകാത്, നല്ലവണ്ണം ജ്വലിക്കുന്ന അഗ്നിയില് സ്ഫുലിംഗങ്ങള്, അങ്ങനെ തീപ്പൊരികള്, സ്പാർക്സ് ഉണ്ടാവുന്ന പോലെ അക്ഷരാത ആത്മാവിൽ, അക്ഷരപുരുഷനിൽ നിന്നും അനേക ഭാവങ്ങൾ ഉദിക്കുന്നു. അക്ഷരപുരുഷനിൽ നിൽക്കുന്നു, വീണ്ടും ലയിച്ചു പോണു. ഈ ഭൂതജാലങ്ങൾ മുഴുവൻ സർവേശ്വരന്റെ ഭാവനാമണ്ഡലത്തിൽ മാനിഫെസ്റ്റായി നിന്നും മറിഞ്ഞു പോകുന്നു. സ്ക്രീനിൽ സിനിമ ഉണ്ടാവണു, സ്ക്രീനിൽ വാസ്തവത്തിൽ സിനിമ ഉണ്ടോ? ഇല്ല. സിനിമ എവിടെയാ? സ്ക്രീനിലാണ്. സ്ക്രീൻ എവിടെയാ? സിനിമയുടെ ഉള്ളിൽ തൊട്ട് കാണിക്കണം. ദാ ഈ സിനിമ ആക്ടറുടെ ഉള്ളിലൊക്കെ സ്ക്രീൻ ഉണ്ട്. എന്നാൽ സ്ക്രീനിൽ സിനിമ ഉണ്ടോ? ഒന്നുമില്ല. അതുപോലെ ഭഗവാൻ ഇവിടെ പറയണു, എന്നിലെല്ലാം നടക്കണു, പക്ഷെ ഒന്നുമില്ല അർജുന. സഗുണസാകാരമായിട്ട് കാണുമ്പോ എല്ലാം ഉണ്ട്, നിർഗുണ നിരാകാരമായിട്ട് കാണുമ്പോ ഒന്നുമില്ല. നെയിം ഫോം എല്ലാം എടുത്തു കളഞ്ഞാൽ ശുദ്ധ ചൈതന്യ സ്വരൂപം കോൺഷ്യസ്നസ് മാത്രമായിട്ട് നോക്കുമ്പോ ഒന്നുമില്ല. ആ ചൈതന്യത്തിലോ നാമം രൂപം എല്ലാ കോലാഹലങ്ങളും നടക്കണം. ഒന്നായ മാമതിയിൽ നിന്ന് 1000 ത്രിപുടി വന്ന ആശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന ആടലാം കടലിൽ ഒന്നായി വീണു വലയും. എന്നാശയം ഗതിപെറും നാഥഭൂമിയിലും അന്നാവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുംപടി കലർന്നാറിടുന്നു ജനനി. നാരായണ ഗുരുദേവന്റെ ജനനീ നവരത്ന മഞ്ജരി, അതില് ആദ്യത്തെ പാട്ടാണ്. ഒന്നായ മാമതി എന്ന് വെച്ചാൽ ആ അവ്യക്തത്തില് നിന്ന് 1000 ത്രിപുടി വന്ന് തൻ മതി മറന്ന്, തന്റെ സ്വരൂപം മറന്ന് ഒന്നായി വീണു വലയും. അന്നാദിയിൽ പ്രിയമുയർന്ന് ഊണ് കഴിക്കണം, വ്യവഹരിക്കണം, പൂജിക്കണം, പലതും കൺസ്യൂം ചെയ്യണം. then you forget the source. എപ്പോഴാ വീണ്ടും തിരിച്ചു പോണതെന്ന് വെച്ചാൽ ചിന്നാബിയിൽ ത്രിപുടി എന്നാണറുംപടി. ഹൃദയത്തില് നമ്മളുടെ സ്വരൂപം എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ ചൈതന്യമേ ഉള്ളൂ. ആരായുകിൽ തിരകൾ നീരായിടുന്നു, ഫണി നാരായിടുന്നു, കുടവും പാരായിടുന്നു. ആരാഞ്ഞു നോക്കുമ്പോ തിരകൾ നീരായിടുന്നു. അല എന്താണെന്ന് നോക്കുമ്പോ ജലം മാത്രമേ ഉള്ളൂ, വെള്ളമേ ഉള്ളൂ. വെള്ളമാണ് അലയും കുമളയും ഐസും നോരയും പതയും ഒക്കെ ആയിട്ട് മാറണം. ഫണി നാരായിടുന്നു. പാമ്പെന്താണ്? ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ പാമ്പൊന്നുമില്ല, കയറേ ഉള്ളൂ. കുടവും പാരായിടുന്നു. കുടം എന്താണെന്ന് നോക്കിയപ്പോൾ വെറും മണ്ണാണ്. മണ്ണിനെയാണ് കുടം എന്ന് വിളിച്ചത്. അതുപോലെ ഏകമേവ അദ്വിതീയം നേഹനാനാസ്തി കിഞ്ചന. ആത്മാവിനെ പല നാമരൂപങ്ങൾ പറഞ്ഞ് വിളിച്ച് നാമരൂപങ്ങൾ കൊണ്ട് ഹിപ്നോട്ടൈസ് ആയിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള സത്തിനെ മറന്നുകളു. വേദാന്തത്തിന്റെ പ്രക്രിയ എന്താന്ന് വെച്ചാൽ ഡീഹിപ്നോട്ടൈസേഷൻ ആണ്. വിവേകാനന്ദ സ്വാമി ഒരു പ്രഭാഷണം ചെയ്യുമ്പോൾ എല്ലാം ബ്രഹ്മമാണ്, സകലതും ആത്മസ്വരൂപമാണ് എന്നൊക്കെ പറഞ്ഞപ്പോ കേൾക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ഇമ്പാക്ട്. ഇത് വളരെ വിചിത്രമാണ് ഈ വേദാന്തം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. നമ്മൾക്ക് ചിന്തിച്ച മനസ്സിലാവണില്ല എന്ന് പറയും. പക്ഷെ അനുഭവമുള്ള ആളുകൾ പറയുമ്പോൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും, രസിക്കും. മനസ്സിലാവൂല, എന്നാൽ രസിക്കുകയും ചെയ്യും. വിവേകാനന്ദ സ്വാമി പറയുമ്പോ കേട്ടുകൊണ്ടിരിക്കും. വെസ്റ്റേണേഴ്സ് ആണ്, അവർക്ക് ഈ സംസ്കാരം പോലും ഇല്ലാത്ത ആളുകളാണ്, എന്നിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് എന്താ പറയാ, ശരിക്കും സ്പെൽ ബൗണ്ട് എന്ന് പറയില്ലേ, മന്ത്രമുഗ്ധരെന്ന് പറയും. നമ്മള് മന്ത്രമുഗ്ധരായിട്ടിരിക്കുകയായിരുന്നു ഓഡിയൻസ്. മന്ത്രമുഗ്ധരെ പോലെ എന്നുവെച്ചാൽ നമ്മൾക്ക് എന്തോന്ന് വളരെ ഡീപ്പായി നമ്മളുടെ സെന്ററിനെ തൊടുമ്പോഴേ അങ്ങനെ ആവുള്ളൂ നമ്മള്, അല്ലേ? പറയണത് വേദാന്താണ്. ഇപ്പൊ തന്നെ ഞാനിങ്ങനെ ചില സമയത്ത് കാണാം, രാവിലെ പ്രഭാഷണത്തിനൊക്കെ ഇരിക്കുന്ന നല്ലവണ്ണം ട്രാൻസ്പോർട്ടഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ കാണാം. ഭജനയ്ക്ക് അവർക്ക് തന്നെ കോൺഷ്യസ് അല്ല, എനിക്ക് കണ്ടാ അറിയാം അവിടെ. അല്ല, ഭജനയ്ക്ക് ആടുന്ന പോലെ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ടാവും ശരീരം. പറയണത് വേദാന്താണെങ്കിലും എന്താന്ന് വെച്ചാൽ നമ്മളുടെ വിദ്യയാണ്, നമ്മളാണത്.
ഇറ്റ് ഗോസ് ടു ഡയറക്ട്ലി ടു ദ സോഴ്സ്, ടു ദ സെന്റർ. അപ്പൊ ഒരു കുട്ടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സർ യു ആർ ഹിപ്നോട്ടൈസിങ് അസ്. ഞങ്ങളെ മെസ്മറിസം ചെയ്യാണോ എന്ന് ചോദിച്ചു. സ്വാമി പറഞ്ഞു, ഐ ആം നോട്ട് ഹിപ്നോട്ടൈസിങ് യു, ഐ ആം ഓൺലി ഡീഹിപ്നോട്ടൈസിങ് യു. യു ആർ ഓൾറെഡി ഹിപ്നോട്ടൈസ്ഡ്. ദർ ഇസ് നോ നീഡ് ടു ഹിപ്നോട്ടൈസ്. എന്നെ മയക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ നല്ലവണ്ണം മയങ്ങിക്കിടക്കുകയാണ്. ഇല്ലാത്തതൊക്കെ കാണണു, ഉള്ളത് കാണുന്നില്ല. ഉള്ളത് കാണിച്ചു തരാനാണ് ഈ പ്രയത്നം, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോ എഴുന്നേൽപ്പിക്കുകയാണ് കുട്ടി. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാ നിബോധത. അതാണ് ഇവിടെ ശ്രുതിവചനം. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയണത്. ഹേ അർജുന, സകല ഭൂതജാലങ്ങളും എന്നിലിരിക്കണു, ഞാൻ ഭൂതഭാവനനാണ്. അടുത്ത ശ്ലോകം നോക്കൂ. യഥാകാശസ്ഥിതോ നിത്യം വായുഃ സർവത്ര ഗോമഹാൻ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. ഒരു ഉദാഹരണത്തോടെ ഭഗവാൻ പറയാണ്, യഥാ ആകാശസ്ഥിതോ വായു സർവത്ര ഗോ മഹാൻ വായു. മഹാൻ എന്ന് വെച്ചാൽ സൂക്ഷ്മം എന്നർത്ഥം. ഇവിടെ സൂക്ഷ്മമായ വായു ആകാശത്തിലാണ് നിൽക്കുന്നത്. അതെ, ആകാശസ്ഥിതോ വായു. അങ്ങനെ സർവത്ര ഉള്ള ആ വായു ആകാശത്തിൽ നിൽക്കുന്നു. തഥാ, അതുപോലെ തന്നെ വായു വാസ്തവത്തിൽ ആകാശത്തിൽ നിന്നും വേറെയാണോ? ഇപ്പൊ ശ്ലോകാർത്ഥം പറയാം. യഥാ ആകാശസ്ഥിതോ വായു സർവത്ര ഗോ മഹാന് നിത്യം ആകാശസ്ഥിതഃ തഥാ സർവാണി ഭൂതാനി മത്സ്ഥാനീത്യുപധാരയ. വായു ആകാശത്തിൽ നിൽക്കണ പോലെ ഹേ അർജുന, എല്ലാ ഭൂതജാലങ്ങളും എന്നിൽ നിൽക്കണു. ഇതാണ് ഭഗവാൻ പറഞ്ഞ ഉദാഹരണം. ഇപ്പോ വായു ആകാശത്തിൽ നിന്നും വേറെയാണോ എന്നാണ് ഒരു ചോദ്യം. ആകാശത്തിന്റെ തന്നെ ശക്തിവിശേഷത്തിനെയാണ് നമ്മളുടെ ശാസ്ത്രം വായു എന്ന് വിളിക്കുന്നത്. വിൻഡ് ഓർ എയർ or vital energy is only a manifested force of space. അഗ്നി എന്ന് പറയുന്നത് വായുവിന്റെ ഒരു രൂപം മാത്രമാണ്. ജലം എന്ന് പറയുന്നത് അഗ്നിയുടെ ഒരു രൂപം മാത്രമാണ്. ഭൂമി എന്ന് പറയുന്നത് ജലത്തിന്റെ ഒരു ഫോം മാത്രമാണ്. സ ഏതസ്മാദാത്മന ആകാശസംഭൂതഃ ആകാശാദ് വായു വായോരഗ്നി അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവീ. സ്പേസ്, വേക്കൻഡ് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എനർജി. ശൂന്യം നമ്മൾ വിളിക്കുക, ശൂന്യമൊന്നുമില്ല, മുഴുവനും പൂർണ്ണമാണ്. അത് എവിടുന്ന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ എല്ലായിടത്തും സജ്ജമാണ്, സിദ്ധമാണ്. അപ്പോ ആകാശത്തിന്റെ തന്നെ ഒരു ശക്തിവിശേഷമായ വായു ആകാശത്തിൽ എങ്ങനെ നിൽക്കണുവോ അതുപോലെ തന്നെ സർവഭൂതജാലങ്ങളും ഹേ അർജുന എന്നിൽ നിൽക്കണമെന്നു. എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ബാക്കിയുള്ളതിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഈ ബാക്കിയുള്ള പ്ലാനറ്റിലൊന്നും കാറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടുത്തെ കാറ്റ് വേറെയാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റാണ്, അവിടെ വേണ്ട കാറ്റ് വേറെയാണ്.
അവിടുത്തെ സാമഗ്രികൾ വേറെയാണ്. എനിത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് സ്പേസിൽ. ഗന്ധർവനഗര പ്രഖ്യം സ്വപ്നമായ മനോരഥം ഒക്കെ ആകാശത്തിൽ ഉണ്ടായി, ആകാശത്തിൽ നിന്ന് ആകാശത്തിൽ മറിയാണ്. ആകാശത്തിൽ സകലതും ഉണ്ടാവണം. വായു ആകാശത്തിൽ നിൽക്കണ പോലെ ഭഗവാനിൽ ഈ പ്രപഞ്ചം ഉണ്ടായി നിന്നും അറിയണം. വാസ്തവത്തില് ആകാശം എന്ന് പറയണത് എന്താണ്? ഭഗവാനില് ഉണ്ടാവണ ഒരു ശക്തിവിശേഷമാണ്. ആകാശം എന്ന് പറയണത് ആത്മാവിൽ തോന്നപ്പെടുന്ന മനസ്സിന്റെ ആദ്യ രൂപമാണ് സ്പേസ്. ഒത്തിരിയൊക്കെ വേണോ? വേണ്ടെങ്കിൽ വേണ്ട, എളുപ്പത്തിൽ സ്വീകരിച്ചാൽ മതി. സകലതും പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങളും നാരായണനില് നിൽക്കണു, ഭഗവാനിൽ നിൽക്കണു. നാരായണ പരോവ്യക്താത് അണ്ഡമവ്യക്ത സംഭവം അണ്ഡസ്യാന്തസ്ത്വിമേ ലോകാഹ സപ്തദ്വീപാച മേദിനി എന്നൊരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ടാണ് ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുന്നത് തന്നെ. നാരായണ പരോവ്യക്താത് അണ്ഡമവ്യക്ത സംഭവം അണ്ഡസ്യാന്തസ്തു ഇമേ ലോകാഹ സപ്തദ്വീപാച മേദിനി. അപ്പോ ഇരിക്കട്ടെ. അപ്പോ സർവാണി ഭൂതാനി മത്സ്ഥാനി, ആകാശത്തിലെ വായു പോലെ സകല ഭൂതജാലങ്ങളും ഹേ അർജുന എന്നിലിരിക്കണു. അടുത്ത ശ്ലോകം. സർവഭൂതാനി കൗന്തേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനഃസ്ഥാനി കൽപാദൗ വിസൃജാമ്യഹം. സർവഭൂതാനി ഹേ കൗന്തേയ മാമികാം പ്രകൃതിം യാന്തി. ഈശ്വരന്റെ പ്രകൃതിയെയാണ് നമ്മൾ അവ്യക്തം എന്ന് പറയണത്. ആ അവ്യക്തത്തിലാണ്, അവ്യക്തത്തിനെ സത്തെന്നോ അസത്തെന്നോ ഒന്നും പറയാൻ പറ്റില്ല. നാ സദാസീന്നോ സദാസീ തദാനീം. വേദം പറഞ്ഞു അതിന് സത്തെന്ന് പറയാൻ വയ്യ, അസത്തെന്ന് പറയാൻ വയ്യ. കിമാസീത്, അവിടെ എന്തുണ്ടായി? ഗഹനം ഗഭീരം, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത എന്തോന്ന് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. തമ ആസീത് തമസാഗൂഢമഗ്രേ പ്രകേതം. ഇരുട്ടിന്റെ മേലെ പിണഞ്ഞു കിടന്നു എന്നാണ്. അവിടെ എന്തുണ്ടായിരുന്നു പറയാൻ വയ്യ, അത് ഇന്നതെന്ന് നാമം കൊടുക്കാൻ വയ്യ. കുതയം ജാത കുതയം വിസൃഷ്ടി. ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി ആവോ? കോ അദ്ധാവേദ കൈഹ പ്രവോചത്. ആരിതിനെ അറിഞ്ഞു, ആരിതിനെ കുറിച്ച് പറഞ്ഞു? യോ അസ്യാധ്യക്ഷ പരമേ വ്യോമൻ. ആ പരമവ്യോമത്തിലെ ഏതൊരു പരമേശ്വരനുണ്ടോ സോ അംഗവേദ, അവനറിയുമായിരിക്കാം ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം. യതിവ ന വേദ, അറിയോ എന്തോ എന്നാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ രോമം ഉണ്ടാവണ പോലെ, തലയിൽ തലമുടി ഉണ്ടാവണ പോലെയാണത്ര ഭഗവാനിൽ ഈ പ്രപഞ്ചം ഉണ്ടാവണത്. യഥോർണനാഭിസൃജതേ ഗൃഹത്തെ ച യഥാ പൃഥിവ്യാമോഷധയ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാ അക്ഷരാത് സംഭവതീഹ വിശ്വം. അക്ഷരപുരുഷനിൽ നിന്നും വിശ്വം സംഭവതി. ഒരു പുരുഷനിൽ കേശരോമങ്ങൾ പോലെയും എട്ടുകാലി വലനൂറ്റ് തന്നിലേക്ക് സംഹരിക്കണ പോലെയും ഒക്കെ. അപ്പോ ഈ ഭഗവാൻ പറയണത് പ്രകൃതിയിലേക്ക്, എന്റെ പ്രകൃതിയിൽ പോയി എല്ലാം ലയിക്കണു. കൽപ്പക്ഷയത്തില്, കൽപ്പാദിയില്, സൃഷ്ടികൽപ്പം തുടങ്ങുമ്പോൾ വീണ്ടും വിസർജാമ്യഹം, പുറത്തേക്ക് ഞാൻ വിടണം. നമ്മൾ ഉറങ്ങി എണീക്കണ പോലെ തന്നെ അല്ലേ? നമ്മൾ രാത്രി പിണ്ടത്തിൽ എന്ത് നടക്കണോ അതൊക്കെ ബ്രഹ്മാണ്ടത്തിൽ നടക്കും. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോ എല്ലാം വിഴുങ്ങി, എഴുന്നേക്കുമ്പോ എല്ലാം പുറത്തേക്ക് വിട്ടു, ലയിച്ചു. അങ്ങനെ നമ്മളുടെ ഒരായുസ്. അതേപോലെ ബ്രഹ്മാവിനൊരായുസ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അനേക കോടി വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞതാണ് നമ്മളിതൊക്കെ കഴിഞ്ഞ അധ്യായത്തില്. അപ്പൊ കൽപ്പാദിയിൽ ഇത് മുഴുവൻ പുറത്തേക്ക് വിടണു.
പ്രളയകാലത്തിൽ ഇത് മുഴുവൻ ഞാൻ ഉള്ളിലേക്ക് അടക്കുന്നു. വിസർജാമ്യഹം സംഹരാമ്യഹം. 8 കാലി വല പുറത്തേക്ക് വിട്ട് ഉള്ളിലേക്ക് വലിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ അറിയില്ല. വല പുറത്തേക്ക് വിടണം നമ്മൾ കാണും, ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യും. ടെന്റ് ഉണ്ടാക്കണ പോലെയാണ്. പുറത്തേക്ക് എടുത്തിട്ട് അകത്തേക്ക് വലിച്ചുകൊണ്ട് പോകും. അപ്പൊ അതുപോലെ ഭഗവാൻ ഈ പ്രപഞ്ചം പറയണു, ഭഗവാൻ എന്റെ പ്രകൃതിയാണ്, എന്റെ പ്രകൃതി പുറത്തു വരുന്നു. നമ്മളുടെ പ്രകൃതിയാണ് ഡ്രീം, സ്വപ്നം നമ്മളുടെ പ്രകൃതിയാണല്ലോ. നമ്മള് ഉറങ്ങിക്കഴിയുമ്പോൾ പലതും കാണുന്നു, എഴുന്നേൽക്കുമ്പോ അത് പോയി ഇല്ലേ? അതേപോലെ രാത്രി ഉറങ്ങുമ്പോ ഈ ജാഗ്രത പോയി. അതുപോലെ തന്നെ പ്രപഞ്ചം മുഴുവൻ പുറത്തേക്ക് വരികയും അകത്തേക്ക് പോവുകയും ചെയ്യുന്നു. അടുത്ത ശ്ലോകം നോക്കൂ. പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസർജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം കൃത്സ്നം അവശം പ്രകൃതേർവശാത്. ഇതൊക്കെ ആചാര്യസ്വാമികൾ വളരെ കുറച്ചേ ഭാഷ്യം എഴുതിയുള്ളൂ. എന്താന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് പറഞ്ഞുപോയി. ഇങ്ങനെയൊക്കെ പ്രപഞ്ച സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളൊക്കെ ഭഗവാന് നടക്കുന്നുണ്ടെങ്കിലും വിസർജാമി പുനഃ പുനഃ, അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും 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 വീണ്ടും, പുനഃ പുനഃ പുനഃ. വിസർജാമി പുറത്തേക്ക് വിടും, അകത്തേക്ക് വലിക്കും. ഭൂതഗ്രാമം എന്ന് വെച്ചാൽ എല്ലാ ഭൂതജാലങ്ങളും, എത്രയോ ലക്ഷം സ്പീഷീസ് എപ്പോഴും ഉണ്ടാവുന്നതാണ് ശാസ്ത്രം പറയണത്. അത് ഒരു ഫോമിലില്ലെങ്കിൽ വേറൊരു സൂക്ഷ്മ രൂപത്തിലെങ്കിൽ അതുണ്ടാവും. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സ്പീഷീസാണ്, നമ്മളാണ് ഇതിനെയൊക്കെ രക്ഷിക്കേണ്ടതെന്നുള്ള മട്ടിൽ ഓരോരോ ശ്രമമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കൂട്ടർ അതിനെ തിന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു കൂട്ടർ പറയണത് ഈ ലോകത്തിലുള്ള എല്ലാ ജന്തുക്കളും നമുക്ക് തിന്നാൻ ഉണ്ടാക്കിയതാണെന്നാണ്. വേറെ ചില കൂട്ടർ പറയണത് ഇതിനെയൊക്കെ സംരക്ഷിക്കണമെന്നിട്ട്. ഈശ്വരൻ ജനം ജനേന ജനയന് മാരയൻ മൃത്യുനാന്തകം എന്ന് ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്. മനുഷ്യരെ വെച്ച് തന്നെ മനുഷ്യരെ ഇല്ലാതാക്കണു, മനുഷ്യരെ വെച്ച് തന്നെ മനുഷ്യരെ സൃഷ്ടിക്കണമെന്നാണ്. ഓരോരോ സമയത്ത് അവരവർക്ക് ബുദ്ധി തോന്നിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ആളുകൾക്കൊക്കെ ഇപ്പൊ തോന്നിപ്പിച്ചിട്ടുണ്ട് ആളുകൾക്ക് ഓരോ കുട്ടി മാത്രമേ മതിയെന്ന്. അങ്ങനെ കുറച്ചു കാലം മുമ്പ് വേദത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കുട്ടികൾ വേണം. പ്രാർത്ഥിക്കുന്നത് തന്നെ അങ്ങനെയാണ്, പ്രജയാ പശുഭിഹി എന്നൊക്കെ വളരെ വലിയ ഒരു നല്ല കാര്യമായിട്ട് തന്നെ ധാരാളം കുട്ടികൾ ജനിക്കണമെന്ന് പ്രാർത്ഥന. ധാരാളം കുട്ടികളൊക്കെ ഉണ്ടായ കാലങ്ങള് അടുത്ത കാലം വരെ. ഇപ്പൊ അങ്ങനെ. അപ്പൊ കുറെ കഴിയുമ്പോ ഈ ഇതൊക്കെ അവസാനിച്ചു പോവാണ്, ഈ ജനറേഷൻ ഒക്കെ അവസാനിച്ചു. അത് ഈശ്വരൻ തന്നെയാണ്. ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ബുദ്ധിയിൽ ഒരു അറിവ് വന്നാൽ മതി, ഇറ്റ് കൺട്രോൾസ് ദ എൻറ്റയർ ലൈഫ്. ഇപ്പൊ ബുദ്ധിയിൽ ഒരു അറിവ് വന്നു, അധികം കുട്ടികൾ പാടില്ല എന്ന്. അതുകൊണ്ട് എന്താ, ഒരു സംസ്കാരം തന്നെ ഇല്ലാതാവുമ്പോ. ഇപ്പൊ ജർമ്മനിയിലൊക്കെ അവർ പറയണത് ഒരു കുറച്ചു കാലം കഴിയുമ്പോഴേക്കും ജർമ്മനി മുഴുവൻ മുസ്ലിംസ് ആവുന്നതാണ്. എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു കുട്ടി 2 കുട്ടിയൊക്കെ ഉള്ളൂ. മുസ്ലിംസ് പിന്നെ നമുക്ക് പറയണ്ടല്ലോ അല്ലേ, ധാരാളം കുട്ടികളാണ്. അവരുടെ ഉള്ളിൽ ആ ഒരു അറിവാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ബാക്കിയുള്ളവരുടെ ഉള്ളിൽ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ അതും ഈശ്വരന്റെ ഒരു ശക്തിവിശേഷാണ്. അത് ബുദ്ധിയിൽ ഒരു അറിവായിട്ട് പറയണം, പിന്നെ പുറമേക്ക് നടക്കുകയാണ് കാര്യം. അപ്പൊ ഭഗവാനോട് പറയണത് എല്ലാ ഭൂതഗ്രാമം. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടു ഇല്ല. അപ്പൊ എത്രയോ പൂർവ്വകൽപ്പത്തിലൊക്കെ ഇതേപോലെ ഉണ്ടായിരുന്നുണ്ട്. യോഗവാസിഷ്ടത്തില് വസിഷ്ഠൻ ഒരു കാക്കയെ കാണാൻ പോകും. കാക്കയുടെ ശരീരത്തില് ഇരിക്കണ ഒരു യോഗി, കാകപുശുണ്ടി എന്ന് പേര്. കാകപുശുണ്ടി. ആ കാകപുശുണ്ടിയെ കാണാനായിട്ട് വസിഷ്ഠൻ പോവാണ്. ഈ കാകപുശുണ്ടി വസിഷ്ഠനെ വരവേറ്റ് വർത്തമാനം പറയുമ്പോ ഈ കാകപുശുണ്ടിക്ക് അനേക ലക്ഷം യുഗങ്ങൾ കഴിഞ്ഞ ആളാണ് അദ്ദേഹം. ആ കാകപുശുണ്ടി പറയുന്നു, എത്രയോ ബ്രഹ്മാവിനെ ഞാൻ കണ്ടു കഴിഞ്ഞു, എത്രയോ പ്രാവശ്യം രാമാവതാരം കണ്ടു കഴിഞ്ഞു, എത്രയോ മഹാഭാരതം കണ്ടു കഴിഞ്ഞു. വസിഷ്ഠരെ അങ്ങ് തന്നെ ഇപ്പൊ 16ാമത്തെ പ്രാവശ്യമാണ് എൻ്റെ അടുത്ത് വരുന്നത്.
എന്നാണ് ഈ കാകവശുണ്ടി പറഞ്ഞത്. അപ്പൊ വസിഷ്ഠൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ, അപ്പോ നിങ്ങൾ എങ്ങനെ അങ്ങനെ ഇരിക്കണു? അപ്പൊ പറയണു, പ്രളയകാലത്തിൽ ഭൂമി ജലത്തിൽ ലയിക്കുമ്പോൾ ഞാൻ ജലമായിട്ട് നിൽക്കും, ജലം അഗ്നിയിൽ നയിക്കുമ്പോൾ ഞാൻ അഗ്നിയായിട്ട് തീരും, അഗ്നി വായുവിൽ ലയിക്കുമ്പോൾ ഞാൻ വായുവായിട്ട് നിൽക്കും, വായു ആകാശത്തിൽ ലയിക്കുമ്പോൾ ഞാൻ ആകാശമായിട്ട് നിൽക്കും, ആകാശം മനസ്സിൽ ലയിക്കുമ്പോൾ ഞാൻ മനസ്സായിട്ട് നിൽക്കും, അവ്യക്തത്തിൽ ലയിക്കും. അപ്പോഴും എന്റെ പേഴ്സണാലിറ്റി അവിടെ ബീജരൂപത്തിൽ കിടക്കും. ഞങ്ങൾ 10 പേര് യോഗിനികളായിട്ട് ജനിച്ചതാണ്. പിന്നെയാണ് എനിക്ക് കാക്കയുടെ ശരീരം ഉണ്ടായത്. അപ്പോ അവസാനമാവുമ്പോ കൽപ്പത്തിൽ ലീനമായി കഴിഞ്ഞാൽ ഞാൻ അടുത്ത കൽപ്പത്തിൽ വീണ്ടും ഈ കാക്കയുടെ ശരീരം ഉണ്ടാക്കി ഇതേ മരത്തിന്റെ പൊത്തിൽ വന്നിരിക്കും. ബാക്കി നിന്റെ 9 പേരോ അവരൊക്കെ ആ ഒരു യുഗം കൊണ്ട് തന്നെ പോയി, ഞാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ. അപ്പൊ നീ എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് വസിഷ്ഠൻ. അപ്പൊ കാക്ക പറയണ, അത് നിയതി സത്ത എന്നൊന്നുണ്ട് പ്രകൃതിയിൽ, ചിലതൊക്കെ നിയതിയാണ്. എന്തുകൊണ്ടെന്ന് ചോദിക്കാൻ പാടില്ല, അതങ്ങനെയാണ്. എനിക്ക് അങ്ങനെയാണ് ഒരു നിയതി. ഇപ്പൊ കുറുന്തോട്ടിക്കും വാദത്തിനും എന്താ ബന്ധം അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. കുറുന്തോട്ടി വാദമാണ്, വാദത്തിന് മരുന്നാണ്. അങ്ങനെയാണ് ഈശ്വര നിയതി. വെള്ളം കുടിച്ചാൽ എന്തുകൊണ്ട് ദാഹം തീരും, ഉപ്പ് തിന്നാൽ ദാഹം തീരാൻ പാടില്ലേ ചോദിച്ചിട്ട് കാര്യമില്ല. ദാഹം വെള്ളമാണ് കണക്റ്റഡ്. അതുപോലെ ഇത് നിയതി സത്തയാണ്, ഞാൻ കാക്കയുടെ. അപ്പോ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ കാക്ക പറയണു, എത്രയോ കൽപ്പങ്ങൾ ഇരുന്നിരിക്കണു, യുഗങ്ങൾ ഇരുന്നിരിക്കണു, ഒക്കെ കണ്ടിരിക്കണു. ഇതെന്റെ നിയതിയാണ്, പ്രാരബ്ധാണ്, ഞാൻ അങ്ങനെ ഇരിക്കണു. പലതും പ്രകൃതിയിൽ വെച്ചിരിക്കണ പോലെ എന്നെ ഈശ്വരൻ ഈ രീതിയിൽ വെച്ചിരിക്കണം എന്ന് പറയാ. ഇതൊക്കെ വിചിത്ര, ഇതൊക്കെ സത്യമാണോ പറയാൻ വയ്യ. നമ്മൾ രാവിലെ ബാലകൃഷ്ണൻ നായർ സാറുടെ വ്യാഖ്യാനം പലരും വെച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം കോഴിക്കോട് രാമകൃഷ്ണാശ്രമത്തില് ഈ കാകഭുഷുണ്ടി ഉപാഖ്യാനം കഥ പറയായിരുന്നു. സാറ് ഒന്നും എക്സാജറേറ്റ് ചെയ്യില്ല. അദ്ദേഹം നല്ല യുക്തിവാദിയായിട്ടൊക്കെ ഇരുന്ന ആളാണ്. അതുകൊണ്ട് എക്സാജറേഷനോ പൗരാണികമായിട്ടൊന്നും പറയില്ല, ഒക്കെ യുക്തിപരമായിട്ടേ പറയുള്ളൂ. എങ്കിലും അദ്ദേഹം എന്നോട് തന്നെ ഇത് കഥ പറഞ്ഞു ഒരിക്കലേ കോഴിക്കോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വാസിഷ്ഠം ഈ കഥ പറയാ, കാകഭുഷുണ്ടി ഉപാഖ്യാനം. അപ്പോ ഒരു കാക്ക ജനൽ വന്നിരുന്നു. കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ കാക്ക തോളിൽ വന്നിരുന്നു. അത്ര പ്രഭാഷണം കഴിയണവരെ ആ കാക്ക തോളിലിരിക്കുകയായിരുന്നു. സാറും അനങ്ങിയില്ല. എല്ലാരും കണ്ടവരൊക്കെ ഇപ്പോഴും പലരുണ്ട് ആ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ. ചിലരൊക്കെ അദ്ദേഹത്തിനോട്, ഒരമ്മ നമ്മുടെ പ്രഭാഷണത്തൊക്കെ വരുന്ന അമ്മയാണ്, അവര് അതൊക്കെ ഇന്റർവ്യൂ ചെയ്ത് പുസ്തകത്തിലൊക്കെ ഇട്ടിരുന്നു. അപ്പൊ അവര് ചോദിച്ചു അദ്ദേഹത്തിനോട്, അതിനെന്താ എക്സ്പ്ലനേഷൻ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതിനെന്താ എക്സ്പ്ലനേഷൻ ചെയ്യാനാ, നമ്മുടെ ശാസ്ത്രങ്ങൾ പറയണത് വിശ്വസിക്കണം. എത്രയോ യോഗികൾ അങ്ങനെയൊക്കെ പല ശരീരത്തിലുണ്ടാവും, അവര് ചിലപ്പോ പല രൂപത്തിലും വന്നിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ ആയിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും ആളുകളുടെ നടുവില് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കാക്ക വന്ന് മടിയിൽ വന്ന് ഇരിക്കുവോ? അപ്പോ അനിയത്തിയാണ്, വേറെ ഒന്നും പറയാൻ വയ്യ. അപ്പോ ഭൂതഗ്രാമങ്ങൾ, ഇപ്പൊ നമുക്ക് വിഷയം അതല്ല, നമ്മൾ വിഷയം വിട്ടുപോയി. എന്നാലും കുറച്ചങ്ങനെയൊക്കെ ഇരിക്കട്ടെ. അപ്പൊ ഭൂതഗ്രാമമിമം കൃത്സ്നം അവശം പ്രകൃതേർ വശാത്ത്. ഭഗവാൻ പറഞ്ഞ പ്രകൃതേർ വശാത്ത് എന്നാണ്. പ്രകൃതിയുടെ വശത്തിലാണ് ഈ ഭൂതഗ്രാമങ്ങളൊക്കെ. ആരും സ്വതന്ത്രരല്ല. പ്രകൃതി എന്ന് പറയുന്നത് എന്താ? മഹാമായ. പ്രകൃതി എന്ന് പറയുന്നത് എന്താ? മഹാമായ. മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരതിരസിത്വം ആപസ്ത്വം ഭൂമി ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാം ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭിർഷേ. സുപ്രീം ഇന്റലിജന്റ് ഫോഴ്സിനെയാണ് നമ്മൾ മായ എന്ന് പറയണത്. മായ എന്ന് പറയണത് ഒരു നെഗറ്റീവ് ഫോഴ്സ് ഒന്നുമല്ല. മമമായാധുരത്തയ. ഭഗവാൻ പറയണ എന്റെ മായ എന്നാണ്. ആ മായ എന്ന് പറയണത് സുപ്രീം ഇന്റലിജന്റ് ആണ്. അതായത് നിങ്ങളുടെ സൂത്രപ്പണി കൊണ്ട്, ടെക്നിക്ക് കൊണ്ടൊന്നും രക്ഷപ്പെടാനേ പറ്റില്ല. ആളുകൾ ചോദിക്കണത്, എന്ത് സാധന ചെയ്തിട്ടാണ് മായയെ കടക്കുക? തന്റെ സാധന തന്നെ മായയുടെ ഉള്ളിലാണ്, താനേ മായയുടെ ഉള്ളിലാണ്. മായയെ കടക്കണ കാര്യമൊന്നും നീ ചോദിക്കേ വേണ്ട.
മിണ്ടാതെ അമ്മയ്ക്ക് കുട്ടിയായിട്ട് അടങ്ങി വായടച്ച് ചുമ്മാ ഇരിക്കുക. നിന്നെ അവൾ എന്തൊക്കെ പക്വപ്പെടുത്തണോ പക്വമാക്കും. അവൾ കാണിച്ചു തരുമ്പോഴേ നിനക്ക് പരമേശ്വരനെ കാണാൻ പോലും സ്വാതന്ത്ര്യമുള്ളൂ. മഹാമായ വിശ്വം ഭ്രമയതി പരബ്രഹ്മ മഹിഷി. ആ പരബ്രഹ്മ മഹിഷി സ്വയമേവ ആ തിരശീല നീക്കി തരുമ്പോ, ആ സ്ക്രീന് നീക്കി തരുമ്പോഴേ ഈശ്വര ദർശനം ഉണ്ടാവുള്ളൂ, സാക്ഷാത്കാരം. ആ മഹാമായ ആരാ? ഈശ്വരന്റെ തന്നെ കാരുണ്യശക്തിയാണ്, ഈശ്വരന്റെ തന്നെ ചിത് ശക്തിയാണ്, ഈശ്വരന്റെ തന്നെ അന്തര്യാമിയാണ്. ആ മായയുടെ പ്രോസസ് നമ്മളെയൊക്കെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? അവസാനം നമ്മളെ കൊണ്ടുപോയി ഈശ്വരന്റെ അടുത്ത് കൊണ്ടുപോയി എത്തിക്കാൻ തന്നെയാണ്, പക്വമാക്കി. അതൊരു കളിയാണ്. ശങ്കരാചാര്യര് ഒരു സ്തോത്രത്തിൽ പറയുന്നുണ്ട്, ജീവനെ ഉണ്ടാക്കി ജീവനെ പല അനുഭവങ്ങളും കൊടുത്ത് അവസാനം വീണ്ടും ചൈതന്യമാക്കുക. അതൊരു കളിയാണത്രയാ ഈശ്വരന്റെ. നല്ല കളിയാണ്. നമുക്കിട്ട് ബുദ്ധിമുട്ടൊക്കെയുണ്ട്. അത് നിങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴേ പറയണുള്ളൂ, അല്ലെങ്കിൽ ഒരാളും തയ്യാറല്ല. എല്ലാവർക്കും കളി ഇഷ്ടമാണ്, കളിക്കാൻ എന്തൊരു ഇഷ്ടമല്ലേ. എന്തൊക്കെ കളിയാ നമ്മൾ ഉണ്ടാക്കിയിരിക്കണേ. ലോകത്തിൽ മുഴുവൻ കളിയല്ലേ. നമ്മൾ വിഷമിക്കുമ്പോഴാണ് അയ്യോ ഇതൊന്നും നമുക്ക് വയ്യാന്ന് പറയണത്. പിന്നെയും സുഖം വന്നു കഴിഞ്ഞാൽ ഒക്കെ മറന്നുപോകും. മുക്തി, എന്ത് മുക്തി? ബ്രഹ്മനിർവാണം, ശൂന്യം, ബോർ. കളിയെ തോൽക്കുമ്പോ ഞാനില്ല, ഒക്കെ വൈരാഗ്യം. ഞാൻ പറയാറുണ്ടല്ലോ, ഞങ്ങളൊക്കെ കളിക്കുമ്പോ കുട്ടിക്കാലത്ത് ഈ ക്രിക്കറ്റ് കളിക്കുമ്പോ എല്ലാ സ്റ്റമ്പ് ബാറ്റ് ഒക്കെ ഒരാളുടെ, ആരുടെ പൈസ ഉണ്ടോ അയാൾക്കേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കളിക്കും. അപ്പൊ ഈ കളി എത്ര പേരെ അപ്പൊ അതുകൊണ്ട് ഈ ആളുണ്ടല്ലോ ഓണർ, അവനെ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ആക്കിയിട്ടേ വെക്കാൻ പാടുള്ളൂ. എന്താന്ന് വെച്ചാൽ അവൻ ഔട്ടായ അവനെല്ലാം പുഴക്കിക്കൊണ്ട് പോകും. അതുവരെ അവൻ കളിക്കുള്ളൂ. അവൻ ഔട്ടാവണ വരെ കളി നടക്കുള്ളൂ. അതുപോലെ നമുക്ക് തോൽക്കണ വരെ നമ്മളൊക്കെ ഗംഭീരം. തോറ്റു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിഷമമൊക്കെ വന്നു കഴിഞ്ഞാൽ കുറ്റിയും പുഴക്കി പുറപ്പെടും. ഒന്നിനും ഞങ്ങളില്ല എന്നാണ്, ഒന്നും ശരിയില്ല, ഒക്കെ ദുഃഖം, ജീവിതം ദുഃഖമയം ശോകമയം എന്നൊക്കെ ഇപ്പൊ പറയും. അപ്പൊ ഇതൊക്കെ ആ പരമേശ്വര ശക്തിയുടെ ദിവ്യലീലയുടെ ഭാഗം തന്നെയാണ്. ഇതിന്ന് പുറത്തു പോണെങ്കിലും ആ ശക്തിയെ ആശ്രയിക്കുക തന്നെ വേണം. ആ ശക്തിയുടെ യാ മുക്തിഹേതു അവിചിന്യ മഹാവ്രതാത്വം അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈ മോക്ഷാർത്ഥിഭിർമുനിഭിരസ്തസമസ്തദോഷൈ വിദ്യാസി സാ ഭഗവതി പരമാഹി ദേവി. യാ മുക്തിഹേതു അവിചിന്യ മഹാവ്രത. ആ ഫോഴ്സിന് നമുക്ക് ചിന്തിച്ചാ പിടികിട്ടാത്തൊരു മഹാവ്രതം ഉണ്ട് അത്രേ. ആ മഹാവ്രതം എന്താന്ന് വെച്ചാൽ മുക്തിഹേതു, ഈ ജീവന് മുക്തിയിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടേ ഇരിക്കുള്ളൂ. അത് അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈഹി. ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രണം ചെയ്ത് ആത്മവിചാരം ചെയ്യുന്ന മുനികളൊക്കെ ഏതൊരു ബ്രഹ്മവിദ്യയെ അഭ്യസിക്കുന്നു, ആ ബ്രഹ്മവിദ്യ തന്നെ ആ പരമേശ്വരിയുടെ സ്വരൂപമാണ്. അപ്പൊ ആ പ്രകൃതി ഉണ്ടല്ലോ, ആ ജഗദീശ്വരി, അവളുടെ വശത്തിലാണ് ഭൂതഗ്രാമങ്ങളൊക്കെ. ആ ഭൂതഗ്രാമങ്ങളൊക്കെ ഉണ്ടാക്കണതും പ്രവർത്തിപ്പിക്കണതും ചെയ്യണതും, ചിലതൊക്കെ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ ബാഗിലെടുത്ത് വെക്കില്ലേ, അതുപോലെ ചില സാമഗ്രികളൊക്കെ ഈ എന്താണ് ഡൈനോസറസ് ഒക്കെ അവൾ എടുത്തു വെച്ചു. അതൊക്കെ ഓൾഡ് പാറ്റേൺ, അതൊന്നും വേണ്ട. അത് ഓൾഡ് പാറ്റേൺ ആയതുകൊണ്ട് ഡൈനോസറസ്, ചില പ്രാണികളൊക്കെ അവിടെ ഇവിടെ കുഴിക്കുമ്പോൾ ഓരോന്ന് കാണുന്നുവല്ലോ, ഇത്ര ലക്ഷം വർഷങ്ങളായി എന്നൊക്കെ എന്തോ ഇയാളുടെ അടുത്ത് പറഞ്ഞിട്ട് പോയ പോലെ ഇയാൾ കണക്കൊക്കെ പറയണം. സയൻസിൽ ഒരുപാട് പുളുകുണ്ട്, നമുക്കറിയില്ല, പലതുണ്ട്. ഇത്ര കോടി വർഷം, എന്തു കണക്കൊക്കെയാ പറയണത്? 33,000 കോടി 33,368 വർഷം. ഇയാള് പോയി കണ്ടിട്ട് വന്ന പോലെയാണ് എഴുതണത്. എന്താ കാരണം? അവർക്കറിയാം നമ്മളൊക്കെ പാവം വിഡ്ഢികൾ, നമുക്കൊന്നും അറിയില്ല, എന്തു വേണമെങ്കിലും പറയാന്നാണ്. അപ്പോ എല്ലാ ഭൂതഗ്രാമങ്ങളും അവളുടെ കയ്യിലാണ്. ആ ഭൂതഗ്രാമങ്ങളെയൊക്കെ ഓരോന്ന് കാലാകാലത്തില് അരങ്ങിലിറക്കും.
ചിലതൊക്കെ ചില ഷോയില് ചില കഥാപാത്രങ്ങൾ പിന്നെ വരികയില്ലല്ലോ അല്ലെ? അതുപോലെ ആ കഥാപാത്രങ്ങളൊക്കെ പിന്നെ സ്ക്രീനിന് പുറകിൽ പോണ പോലെ കൊണ്ടുവരികയും മറയ്ക്കുകയും ഇതൊക്കെ വിസർജാമി പുനഃപുനഃ അവശ്യം. അപ്പൊ ഇവരൊക്കെ വരാതിരിക്കാൻ പറ്റില്ല. അവശ്യം. അവൾ എത്ര പ്രാവശ്യം നിങ്ങളെ കൊണ്ടുവരണോ അത്ര പ്രാവശ്യം നിങ്ങൾ വന്നേ പറ്റൂ. ഞാൻ വരില്ല എന്നൊന്നും പറയാൻ സ്വാതന്ത്ര്യമില്ല. അവശ്യം. പ്രകൃതേർവശാത്. ഇപ്പോ ഹീറോ ആണെങ്കിൽ അടുത്തത് വില്ലൻ എന്തെങ്കിലുമൊക്കെ റോള് തരും. അത് കളിച്ചേ പറ്റുള്ളൂ. നിവൃത്തിയൊന്നുമില്ല. ഞാൻ വളരെ നല്ലവനാണ്, ഇപ്പൊ നല്ലവൻ, അടുത്തത് ആര് കണ്ടുവന്ന്. അവശ്യം പ്രകൃതിർവശാത്. ആ പരമേശ്വരിയുടെ വശത്തിലിരുന്നു കൊണ്ട് ഭൂതഗ്രാമങ്ങളൊക്കെ തുള്ളി നിന്ന് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ ഈശ്വരൻ. ഇത്ര കർമ്മങ്ങൾ ചെയ്യണമല്ലോ. അയാളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു കർമ്മം കൊണ്ട് ബാധിക്കുന്നില്ല. നമ്മൾ മാത്രം ബാധിക്കണു. നീയും ഈശ്വരനെ പോലെ ഇരുന്നാൽ നീയും ബാധിക്കില്ല. നച മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീന വദാസീനം അസക്തം തേഷു കർമ്മസു. സൃഷ്ടി സ്ഥിതി സംഹാരാദി കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഭഗവാൻ ഉദാസീനവത് എന്നാണ്. ഉദാസീനനല്ല. ഉദാസീനൻ എന്ന് വെച്ചാൽ ഡിസ്ഇൻട്രസ്റ്റഡ്, ഇൻഡിഫറന്റ് എന്നാണ് അർത്ഥം. ഭഗവാൻ ഇൻഡിഫറന്റോ ഡിസ്ഇൻട്രസ്റ്റഡോ ഒന്നുമല്ല. അലസനോ ഉദാസീനനല്ല. ഉദാസീനവത് എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കുക എന്തു ഭഗവാൻ ഒന്നുമില്ല. എത്ര വിഷമിക്കണു, എത്ര വിളിച്ചു, എത്ര നാമം ജപിച്ചു, എത്ര അമ്പലത്തിൽ, എന്നിട്ട് കണ്ടില്ലേ നമ്മളുടെ ജീവിതം എന്നാണ്. ഞാൻ എന്ത് വിളിച്ചു, ഭഗവാന് ചെവി കേൾക്കാതെ ഒരു കരുണയെ ഇല്ലാതിരിക്കണമെന്ന്. ഉദാസീനവത്. നമ്മളുടെ പേഴ്സണൽ ലൈഫില് ആസ് ഇഫ് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ഭഗവാൻ പറയണത് നിനക്ക് ചോദിക്കണതൊന്നും തരാൻ ഞാൻ ആളല്ല. നിനക്ക് എന്ത് വേണോ അതേ ഞാൻ തരൂ. എന്ത് നിനക്ക് ഹിതമോ അതാണ് ഞാൻ ചെയ്യണത്. പ്രിയമല്ല. നമ്മൾ ചോദിക്കുന്നത് പ്രിയമാണ്. കള്ളു കുടിക്കുന്ന ആള് സമയമാകുമ്പോ കള്ളു തരുവും ചോദിക്കണ പോലെയാണ് നമ്മൾ പലതും ഭഗവാനോട് ചോദിച്ചു വാങ്ങിക്കണത്. അപ്പോഴൊക്കെ ഭഗവാൻ തരില്ല. ഒരു ഭക്തൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ ഞാൻ എന്ത് ചോദിച്ചാലും തരരുതെന്ന് പറഞ്ഞു. കാരണം കുറെ ചോദിച്ച് വാങ്ങിച്ചതൊക്കെ അപകടമായിട്ട് തീർന്നു. പലതും നമുക്കറിയാം. ജീവിതത്തിൽ ചോദിച്ച് വാങ്ങിച്ചാൽ അപകടം. എന്താന്ന് വെച്ചാൽ ഇപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കുമ്പോ അതിന്റെ കൂടെ ഫ്രീ ഒന്ന് കിട്ടും. അത് മഹാപകടമാണ്. അതുപോലെ നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും അതിന്റെ കൂടെ ഒരു ഫ്രീ കിട്ടും. അത് അപകടമാണ്. അപ്പൊ വേണ്ടെന്ന് വെച്ചു. ഭഗവാൻ ഉദാസീനവദാസീനം. ഒരു കർമ്മത്തിനും ഭഗവാന് സംഘല്ല. അസക്തം തേഷു കർമ്മസു. ഭഗവാനെ അറിഞ്ഞു കഴിയുമ്പോൾ, ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുമ്പോ ജ്ഞാനിയുടെ അനുഭവത്തിലും ഒരു കർമ്മവും അയാളെ സ്പർശിക്കണില്ല. ഭഗവത് ഐക്യം, ശിവശക്തി ഐക്യരൂപിണി ഇല്ലേ, ആ ഐക്യം അവിടെ അനുഭവിച്ചുകൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കുന്ന ജ്ഞാനിയും ഉദാസീനവത് ആണ്. ഡീപ്ലി ഇൻവോൾവ്. ആര് പുറത്തു പോകണോ അയാൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റുള്ളൂ. ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആള് ഒന്നിനും കൊള്ളില്ല. ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലിരിക്കണവന് ഈ പ്രപഞ്ചത്തിന് ഒരു ഹെൽപ്പും ചെയ്യാൻ പറ്റില്ല. പുറത്തുപോയ ആൾക്കേ പറ്റുള്ളൂ. നിങ്ങൾ ലൈഫിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോൾ പുറത്തൊരാൾക്കേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. തികച്ചും പുറത്തിരിക്കണവനാവൻ പൂർണ്ണ. ഉദാസീനവത് അസക്തം തേഷു കർമ്മസു നചമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ. എന്തൊക്കെ ചെയ്താലും ഹേ അർജുന, ഒരു കർമ്മവും എന്നെ ബന്ധിക്കണില്ല. എന്താന്ന് വെച്ചാൽ ഒന്നും എന്നിൽ നടക്കണില്ല. അപ്പൊ ഈ പ്രകൃതി ഇത്രയൊക്കെ ചെയ്യണതോ, ഞാൻ അവിടെ ഇരിക്കുമ്പോ പ്രകൃതി നടക്കുന്നു, പ്രവർത്തിക്കണു. അടുത്ത ശ്ലോകം. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം
ഹേതുനാനേന കൗന്തേയ ജഗദ്വിപരിവർത്തതേ മയാ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം. ഭഗവാൻ പറയണത് ഞാൻ പ്രിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അധ്യക്ഷൻ. ഒന്നും ചെയ്യണില്ല. ഒരാളെ ഒരു മീറ്റിങ്ങിന് വിളിച്ചപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ലല്ലോ. സാരമില്ല, നിങ്ങൾ അധ്യക്ഷനായിട്ടിരുന്നുള്ളൂ. ഈശ്വരൻ പറയണത് ഞാൻ അധ്യക്ഷനാണ്. ചെയ്യണതൊക്കെ ആരാ? പ്രകൃതി സൂയത്തെ സചരാചരം. പ്രകൃതി പ്രസവിക്കണം. സൂയത്തെ എന്തിനെ പ്രസവിക്കണം? സചരാചരം. ചരവും അചരവും എല്ലാ നാമരൂപങ്ങളും ഒക്കെ പ്രകൃതിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരണം. ഹേതുനാനേന കൗന്തേയ. ഹേ കൗന്തേയ, അനേന ഹേതുന, ഈ കാരണം കൊണ്ട് ജഗത് വിപരിവർത്തത്തെ. ജഗത് വിപരിവർത്തത്തെ. പരിവർത്തത്തെ വിപരിവർത്തത്തെ. വാസ്തവത്തിൽ വിവർത്തം എന്നാണ് വേദാന്തികൾ പറയുന്നത്, പരിണാമല്ല. ഇപ്പൊ നമ്മൾ ഇവല്യൂഷണറി തിയറിയാണല്ലോ സ്വീകരിച്ചിരിക്കണം. ഇവല്യൂഷൻ വേദാന്തത്തിന് സമ്മതമല്ല. ഡാർവിൻ സിദ്ധാന്തം വേദാന്തത്തിന് സമ്മതമല്ല. ഇയാള് കുറെ നാടൊക്കെ ചുറ്റി നോക്കിയിട്ട് പോയി. എന്നിട്ട് അയാള് പല കുരങ്ങന്മാരെയും പല ആളുകളെയും കണ്ടിട്ട് അയാൾ തീരുമാനിച്ചു, നമ്മൾ കുരങ്ങിൽ നിന്ന് വന്നതാണ്. എന്തു വലിയൊരു അപമാനമാണ് നമുക്ക്, അല്ലേ? ഇവിടെ ഇവല്യൂഷനേ ഇല്ല എന്നാണ്. സ്പീഷീസ് മുഴുവൻ അതേപോലെയുണ്ട് ബീജരൂപത്തിൽ. ഇവല്യൂഷൻ ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. വിവർത്തം എന്നാണ് പറയണത്. പാല് തൈരായിട്ട് മാറണത് എവല്യൂഷൻ, പരിണാമാണ്. കയറ് പാമ്പായിട്ട് തോന്നണത് വിവർത്താണ്. വസ്തുവിന് ഒരു മാറ്റവും കൂടാതെ അത് മറ്റൊന്നായിട്ട് തോന്നണതിന് വിവർത്തം എന്ന് പേര്. വസ്തു ഒരു ഫോം വിട്ട് വേറൊരു ഫോമായിട്ട് മാറുന്നത് പരിണാമം എന്ന് പേര്. ഇവിടെ സൃഷ്ടി പരിണാമല്ല, വിവർത്താണ്. എന്തേ നിങ്ങൾക്ക് ആരെങ്കിലും കാണണോ? വിളിക്കണോ? ജഗത് വിപരിവർത്തത്തെ. ജഗത്ത് വിപരിവർത്തനമാവുന്നു. മയാധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഹേതുനാനേന കൗന്തേയാം ജഗത് വിപരിവർത്തത്തെ. സർവതോ ദൃശിമാത്രസ്വരൂപേണ അവിക്രിയാത്മന അധ്യക്ഷേണ മയാ. ആചാര്യസ്വാമികൾ ഭാഷ്യം. ഭഗവാന്റെ സ്വരൂപം എന്താ? ദൃശ്യമാത്ര സ്വരൂപേണ, സാക്ഷി മാത്രമായ അവബോധമാത്രമായ ചൈതന്യമാത്ര സ്വരൂപനായ എന്നെ കൊണ്ട് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ. എല്ലാത്തിനും സാക്ഷി ദൃശ്യമാത്ര സ്വരൂപേണ ദൃക്കുമാത്രമായ ചൈതന്യം മാത്രമായ ഭഗവാനില്, ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ത്രിഗുണാത്മിക അവിദ്യാലക്ഷണ പ്രകൃതി. പ്രകൃതിയിൽ വിദ്യയും അവിദ്യയുണ്ട്. വിദ്യ ആത്മാവിനെ കാണിച്ചു തരണു, അവിദ്യ ആത്മാവിൽ മറ്റു പലതിനെയും കാണിക്കണം. ഇത് രണ്ടും ദേവിയുടെ രണ്ട് രൂപങ്ങളാണ്, അല്ലേ? ലളിതാ സഹസ്രനാമത്തില് വിദ്യാ അവിദ്യാസ്വരൂപിണി നമഃ എന്ന് ഒരു നാമം ദേവിക്ക്. അവിദ്യയും ദേവിയുടെ സ്വരൂപമാണ്, വിദ്യയും ആ ശക്തിയുടെ തന്നെ സ്വരൂപമാണ്. അപ്പോ അവിദ്യാസ്വരൂപേണ അവിദ്യാസ്വരൂപം കൊണ്ട് സചരാചരം ഉത്പാദയതി. ചരവും അചരവുമായ ജഗത്ത് മുഴുവൻ ഉത്പാദിപ്പിക്കുന്നു. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാധിവാസഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. ഇത് ശ്വേതാശ്വതര ഉപനിഷത്ത് മന്ത്രാണ്. ഭഗവാന്റെ അധ്യക്ഷത്വം അതിനെ ഉപനിഷത്ത് പറയാണ് ഏകോ ദേവ, ഒരേ പരമേശ്വരൻ, സർവഭൂതേഷു ഗൂഢ, എല്ലാ പ്രാണിജാതങ്ങളിലും ഗൂഢനായി ഉള്ളിലിരിക്കണം. എങ്ങനെ ഇരിക്കണം? സർവവ്യാപി, സർവവ്യാപിയാണ്, എന്നിട്ടും ഉള്ളിൽ അന്തര്യാമിയായിട്ട് അറിയപ്പെടുന്നു.
സർവഭൂതാന്തരാത്മ, എല്ലാവരുടെയും ഭൂതരാന്തരാത്മാവായിട്ട് അറിയപ്പെടുന്നു. കർമാധ്യക്ഷ, ആ ജീവൻ ചെയ്യുന്ന കർമ്മത്തിനൊക്കെ അധ്യക്ഷനാണ്. കർമാദി സാക്ഷിണി കാരയിത്രി കർമ്മഫലപ്രദ എന്ന് ദേവിയെ സ്തുതിക്കാറുണ്ട്. കർമാദി സാക്ഷിണി കാരയിത്രി, ആ ശക്തി കർമ്മം ചെയ്യിപ്പിക്കുന്നത് ആ ശക്തിയാണ്, അതിന് സാക്ഷി ആ ശക്തിയാണ്, കർമ്മഫലമായിട്ട് വെളിയിൽ അപ്പിയറാവുന്നതും ആ ശക്തിയാണ്. കർമാദി സാക്ഷിണി കാരയിത്രി കർമ്മഫലപ്രദ. അപ്പോ ഇവിടെ കർമാധ്യക്ഷ, കർമാധ്യക്ഷനായിട്ടും സർവഭൂത അധിവാസ, എല്ലാ പ്രാണിജാതങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായിരിക്കുന്നതും സാക്ഷി, സാക്ഷിയായും ചൈതന്യമാത്ര സ്വരൂപനായും കേവലോ അദ്വയനായും നിർഗുണശ്ച, സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന 3 ഗുണങ്ങൾക്കും അപ്പുറമിരിക്കുന്നവനായിട്ടും പ്രകാശിക്കണം. അങ്ങനെയുള്ള ഭഗവാൻ സാക്ഷിമാത്രേണ ഹേതുനാ നിമിത്തേന ജഗത് വ്യക്താവ്യക്താത്മകം സർവാവസ്ഥാസു വിപരിവർത്തത്തെ. പല ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന് ജീവന്റെ രൂപത്തിലും ഭൂതം വർത്തമാനം ഭാവി എന്ന രൂപത്തിലും ഒക്കെ ആയിട്ട് ഇവിടെ കാണപ്പെടുന്നു. പല അവസ്ഥകളില് ദൃശികർമ്മത്വാപത്തി നിമിത്ത ഹി ജഗതഃ സർവാ പ്രവൃത്തി അഹമിതം ഭോക്ഷ്യേ പശ്യാമീതം ശൃണോമീതം സുഖമനുഭവാമി ദുഃഖമനുഭവാമി ഏതദർത്ഥമിതം കരിഷ്യേ ഇതം ജ്ഞാസ്യാമി ഇത്യാദ്യ അവഗതിനിഷ്ഠ അവഗത്യവസാനൈവ യോ അസ്യാധ്യക്ഷ പരമേ വ്യോമൻ. ഞാൻ കാണുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ ഭുജിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നൊക്കെ തോന്നുന്നതാണ് ഈ വിപരിവർത്തത. ചുറ്റിക്കറങ്ങാണ്. ഞാനത് ചെയ്യണു, ഇത് ചെയ്യണു, ഇതൊക്കെ ഞാൻ അറിയണു എന്നൊക്കെ പറയണേ ഞാൻ 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 എന്നുള്ള രൂപത്തിലൊക്കെ തോന്നണത് ആ പരമേശ്വരന്റെ മായയുടെ ശക്തിയാണ്. ആ സർവാധ്യക്ഷനായ ഭഗവാൻ പരമാർത്ഥതഃ സർവഭോഗാൻ അനഭിസംബന്ധിനഃ അന്യസ്യ ചേതനാന്തരസ്യ അഭാവേ ഭോക്തുഃ അന്യസ്യ അഭാവാത് പറഞ്ഞ് ഇതാണ് ഭഗവാന്റെ സൃഷ്ടി രഹസ്യത്തിനെ ഇവിടെ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് അങ്ങനെ അന്തര്യാമി രൂപേണ സാക്ഷി മാത്ര രൂപേണ ഭഗവാൻ ഇരിക്കണു, പ്രകൃതി പ്രവർത്തിക്കണം. ഈ സാഖ്യന്മാർ പറയും പ്രകൃതി ഭോഗാപവർഗപ്രദായിനിയാണ്. ജീവൻ എല്ലാത്തിനെയും അതെന്തൊക്കെ ആഗ്രഹിക്കണോ ഒക്കെ കൊടുക്കുക, അവസാനം ആഗ്രഹം നിവൃത്തി വരുത്തി മോക്ഷത്തിനും കാരണം. അപ്പൊ ഇവിടെ ഭഗവാന്റെ അധ്യക്ഷത്തില് പ്രകൃതി കാര്യം ചെയ്യണം. ഇങ്ങനെ പറയുമ്പോ പ്രകൃതി പുരുഷൻ രണ്ടും ഉള്ള പോലെ തോന്നുന്നു അല്ലേ? അവസാനം ഭഗവാൻ പറഞ്ഞു ആ പ്രകൃതി എന്താണ്? എന്റെ തന്നെ സ്വഭാവമാണ്, എന്നിൽ നിന്ന് അന്യമല്ല. പ്രകൃതി ഈശ്വരനിൽ നിന്ന് അന്യമല്ല, ഈശ്വരന്റെ തന്നെ സ്വരൂപമാണ്, ഈശ്വരന്റെ ശക്തിയാണ്, ഈശ്വരന്റെ ശക്തിവിശേഷാണ്, ഈശ്വരന്റെ തന്നെ സ്വരൂപമാണ്. രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ പറഞ്ഞു, പ്രകൃതി ഇല്ലെങ്കിൽ പുരുഷൻ എന്ത് ചെയ്യാൻ പറ്റും? വിത്തൗട്ട് ഷീ ദർ ഇസ് നോ ഹി. ഷീ എന്ന് പറയുന്നതിന്റെ ഉള്ളില് ഹി ഉണ്ടല്ലോ അല്ലേ? ഷീയുടെ ഉള്ളില് ഹി ഉള്ളിലിരിക്കുന്നു. അപ്പൊ ഭഗവാൻ പറഞ്ഞു ശരിയാണ്, പക്ഷെ ഹി തനിയെ നിൽക്കും, ഷീ നിൽക്കില്ല. അല്ല, ഹി മാത്രമായിട്ട് നിൽക്കും, ഷീ നിൽക്കില്ല. ഷീ ആ ശക്തി സ്ത്രീ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ. ശക്തി ആ ശിവന്റെ മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റേഷൻ ഉണ്ടായി നിന്ന് ലയിക്കും. അപ്പോ ശിവാകാരേ മഞ്ജേ പരമശിവ പര്യങ്ക നിലയാം ഭജന്തി ത്വാം ധന്യാഹ കതിചന ചിദാനന്ദലഹരിയും എന്ന് സൗന്ദര്യലഹരിയിലെ ഒരു ശ്ലോകമാണ്. ശിവനാകുന്ന കട്ടിലിലാണ് ഇത്ര ദേവി കിടക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല, അപൂർവമായിട്ടുള്ള ഒരു പെയിന്റിംഗ് ഉണ്ട്. ആ ചിത്രം എന്താന്ന് വെച്ചാൽ എങ്ങനെ മഹാവിഷ്ണു ആദിശേഷനിൽ കിടക്കണു, ഇതുപോലെ ഞങ്ങളുടെ അവിടെ ഉണ്ട് അത് അമ്പലത്തില്. ആദിശേഷനിൽ വിഷ്ണു കിടക്കണ പോലെ തന്നെ ദേവി വിഷ്ണുവായിട്ട് തന്നെ, വിഷ്ണുവിനെ പോലെ തന്നെ നാഭികമലം ഉണ്ടാവും, ബ്രഹ്മാവുണ്ടാവും,
തലയിൽ കൈവച്ച് കിടക്കുന്നുണ്ടാവും, ദേവതകളൊക്കെ സ്തുതിക്കുന്നുണ്ടാവും, ആദിശേഷനിൽ തന്നെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ആ കിടക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ശിവനാകുന്ന കട്ടിലിന്റെ മേലെ. ശിവനാവുന്ന കട്ടില്. ഇത് കാര്യം എന്താന്ന് വെച്ചാൽ ശക്തിയെ തന്നെയാണ് വിഷ്ണു എന്ന് പറയണത്. യാ ഉമാ സാവൈ വിഷ്ണു എന്ന് ഉപനിഷത്ത് മന്ത്രം തന്നെ ഉണ്ട്. യഃ പുരുഷഃ സവൈ രുദ്രഃ തസ്മൈ തസ്യൈ നമോ നമഃ. അപ്പോ ശിവാകാരമഞ്ചം, ഇപ്പോ നമ്മൾ വിഷ്ണുമയം എന്ന് പറയും അല്ലേ, ശിവമയം എന്ന് പറയില്ല. മയട്ട് പ്രത്യേകത ഇല്ല അവിടെ. ശിവം എന്ന് പറഞ്ഞാൽ സഗുണസാകാരമായി യാതൊന്നുമില്ലാതെ കേവലമായി നിർഗുണമായിട്ടുള്ളതിനെ ശിവം എന്ന് വിളിക്കും. ആ ശിവം തന്നെ ശക്തിവിശിഷ്ടമാവുമ്പോഴാണ് അതിനെ ശക്തി എന്നും സ്ഥിതികാരനായ വിഷ്ണു. സംഹാരമാണല്ലോ ശിവന്റെ ജോലി അല്ലേ. ശിവൻ എന്ന് പറഞ്ഞാൽ സംഹാരം, രുദ്രൻ. സംഹാരം എന്ന് വെച്ചാൽ കൊല്ലുക എന്നല്ല അർത്ഥം, എല്ലാത്തിനെയും വലിച്ചെടുത്ത് താൻ മാത്രമായിട്ടിരിക്കുക. അത് പരമമംഗളാണ്. അതുകൊണ്ടാണ് ശിവം എന്ന് പറയുന്നത്, മംഗളം. ഇപ്പൊ ശിവന് അവതാരങ്ങളൊന്നും കഥയെ പറഞ്ഞില്ല. എല്ലാം ഒരേ വ്യാസഭഗവാനാണല്ലോ എല്ലാ പുരാണവും എഴുതിയത്. അപ്പൊ ശിവൻ അവതരിച്ചു എന്ന് പറയാൻ പാടില്ലേ? ഒന്നും പറഞ്ഞില്ല. എന്താന്ന് വെച്ചാൽ അത് സംഹാരമൂർത്തി അവതാരം പറ്റില്ല. ഏത് സംഹരിക്കണോ അതെല്ലാത്തിനെയും ഒടുങ്ങിയിട്ട് കേവലോ നിർഗുണശ്ച എന്നിപ്പോ പറഞ്ഞില്ല. കേവല നിർഗുണമായ വസ്തു അതിന് അവതാരമൊന്നും പറഞ്ഞില്ല. അവതാരമൊക്കെ ശക്തിക്കാണ്. ശക്തി സഗുണസാകാര ബ്രഹ്മത്തിനാണ് അവതാരം. ഇതൊക്കെ തന്നെ നോക്കൂ, ഭക്തന്മാരുടെ ഭാവത്തിനനുസരിച്ച് ഒരു മൂർത്തിയിൽ എല്ലാം കാണും കേട്ടോ. ഇപ്പൊ ദേവിയെ പറയുമ്പോ ലളിതാ സഹസ്രനാമത്തിൽ പറയുമ്പോ സൃഷ്ടികർत्री ബ്രഹ്മരൂപ, ഗോപ്ത്രീ ഗോവിന്ദരൂപിണി, സംഹാരിണി രുദ്രരൂപ, തിരോധാനകരി ഈശ്വരി. ദേവി തന്നെയാണ് ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ. ഈ പഞ്ചകൃത്യപരായണ അല്ലേ. അതേപോലെ ശിവനെ പറയുമ്പോൾ ശിവൻ തന്നെ പരമേശ്വരൻ, ശിവൻ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരാദി കർത്താക്കൾ. വിഷ്ണുവിനെ പറയുമ്പോൾ വിഷ്ണു തന്നെ പരമേശ്വരൻ, സകലതും പുരുഷോത്തം. അതൊക്കെ ഭക്തന്റെ ഭാവത്തിനനുസരിച്ച്. പക്ഷേ നമ്മളൊരു കാര്യമായിട്ട് പറയുമ്പോൾ ശക്തി ശിവം എന്ന് പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ ശക്തിയുടെയാണ്. അപ്പൊ അവതാരം എന്നൊക്കെ പറയുമ്പോൾ ശക്തിയാണ്. നിർഗുണമായ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന് ഒന്നും അവതാരാദി കാര്യങ്ങളൊന്നുമില്ല. അത് കേവലോ നിർഗുണശ്ച. ശക്തിയെ ഒന്ന് അംഗീകരിച്ചുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ പറയുന്നത്. ഇന്നലെ ഞങ്ങളിങ്ങനെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുമ്പോ കവി കാളമേഘം എന്ന് പറഞ്ഞ് തമിഴിലൊരു കവി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ശിവഭക്തനായിരുന്നു. അദ്ദേഹം വൈഷ്ണവനായിരുന്നു, ശൈവനായിട്ട് മാറിയതാണ്. ഈ വൈഷ്ണവ ശൈവ ഷണ്ഠ കേരളത്തിൽ അധികം അറിയില്ല, തമിഴ്നാട്ടിൽ ഒരുപാടാണ്. അപ്പോ ഈ കാളമേഘം വൈഷ്ണവനായിരുന്ന ശൈവനായ ആളാണ്. അതുപോലെ ശൈവനായിരുന്ന വൈഷ്ണവരായ ഭക്തന്മാരുണ്ട്. ഇവരൊക്കെ പരസ്പരം പല തമാശ കവിതകളും പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ കാളമേഘം എന്ന് അദ്ദേഹത്തിന് സ്ഥാനപ്പേരാണ്. എന്നുവെച്ചാൽ നല്ല കറുത്ത മേഘം എങ്ങനെ മഴ പെയ്യൂ അതുപോലെ കവിത പറയണത് കൊണ്ടാണ് കാളമേഘം എന്ന് പേര്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ പോയി, കണ്ണപുരം എന്ന് പേര്. ആ ഗ്രാമത്തിൽ വിഷ്ണുവാണ് സ്വാമി. അപ്പൊ അവിടുത്തെ വൈഷ്ണവര് ഒക്കെ തീവ്ര വൈഷ്ണവരാണ്. ഭസ്മവും രുദ്രാക്ഷമായിട്ട് കണ്ടപ്പോ ആരും ശാപ്പാട് കൊടുത്തില്ല, അത്രേ ഭക്ഷണമൊന്നും കൊടുത്തില്ല. അപ്പൊ പിന്നെ മനസ്സിലായി കവി കാളമേഘാണ് വന്നിരിക്കണത്. അപ്പൊ അദ്ദേഹം വിശന്നുകൊണ്ടിരിക്കണ വിഷമമുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ പെരുമാൾ, ഞങ്ങളുടെ വിഷ്ണുവിനെ കുറിച്ച് നിങ്ങളൊരു പാട്ട് പാടിയാൽ നല്ല സമൃദ്ധമായിട്ട് ശാപ്പാട് തരാമെന്ന്. അന്നൊക്കെ പാവം കവികൾക്കും ദാരിദ്ര്യമൊക്കെയാണ്. അതിനെന്താ പാടാലോ എന്നുള്ളു, ഇതിനെന്താ പാടാലോ. പക്ഷെ മുഴുവൻ പാടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ശാപ്പാട് തന്നില്ലെങ്കിലോ, അതുകൊണ്ട് പകുതി പാടാം, പിന്നെ നിങ്ങൾ ശാപ്പാട് തരൂ, ബാക്കി പകുതി പിന്നെ പാടാൻ തോന്നും. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. കണ്ണപുരത്ത് വാളെ കടവുളിൽ നീ അധികം. ഈ കണ്ണപുരത്തിലുള്ള സ്വാമി കടവുളിൽ നീ അധികം, എല്ലാ ദൈവങ്ങളിലും വെച്ച് നീ തന്നെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു. വലിയ സന്തോഷമായി വൈഷ്ണവർ. പറഞ്ഞു, പരമശൈവനായിട്ടുള്ള ആള്
ഇപ്പോ കണ്ടില്ലേ, കടവുളിൽ നീ അധികം. എല്ലാ ദൈവങ്ങളിലും വെച്ച് വിഷ്ണു തന്നെ വലുതെന്ന് പറഞ്ഞു. സമൃദ്ധമായിട്ട് നല്ല ചാപ്പാട്, എല്ലാവിധ വിഭവങ്ങളോടുകൂടെ പായസവും തൈരും കായും കറിയും ഒക്കെ ഇട്ട് സുഖമായി ചാപ്പാട് കൊടുത്തു. ഇനി ബാക്കി പാടുന്നു. കണ്ണപുരത്ത് വാറേ കടവുളിൽ നീ അധികം, ഉന്നിൽ നാനധികം. ഇവര് പറഞ്ഞു ഇത് വലിയ ചതിയാണ്. ഇപ്പൊ ചാപ്പാടൊക്കെ കൊടുത്തു, വയറ് നിറയെ കുമ്പ വീർപ്പിച്ചിട്ട് ഇപ്പൊ നമ്മളെ പറ്റിക്കണത് കണ്ടില്ലേ? ഇതാണ് പറയണത്. ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. നിക്കുപ്പ ഞാൻ മുഴുവൻ പാടട്ടെ. കണ്ണപുരത്ത് വാറേ കടവുളിൽ നീ അധികം, ഉന്നിൽ നാനധികം. ഉയർ ശിവനുക്കോ പിറപ്പ് ഇഴപ്പ് ഇല്ലേ, ഉൻ പിറപ്പോ 10, എൻ പിറപ്പോ എണ്ണിൽ തുലയാത്. വിഷ്ണുവിന്റെ അടുത്ത് പറഞ്ഞതാണ്, ശിവനുക്കോ പിറപ്പ് ഇറപ്പ് ഇല്ലേ. ഈ ശിവൻ പിറന്നു, ജനിച്ചു, മരിച്ചു, ഒരു കഥയുമില്ല. അവതരിച്ചു, അവതാരം ഒന്നുമില്ല. ആരുടെങ്കിലും അച്ഛനും അമ്മയ്ക്കും കുട്ടിയായിട്ട് ജനിച്ചു എന്നൊന്നുമില്ല. ശിവനുക്കോ പിറപ്പ് ഇറപ്പില്ലേ. ഇപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, കടവുളിൽ നീ അധികം, ഈശ്വരന്മാരിൽ നീയാണ് വലുത്, നിന്നെക്കാളും ഞാൻ വലുതെന്ന് പറഞ്ഞു. അപ്പൊ അതാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, ശിവനുണ്ടല്ലോ, അത് ജനിച്ചിട്ടുമില്ല, ഒന്നുമില്ല, ഒരു അവതാരവും ഇല്ല, ഒന്നുമില്ല. ഉൻ പിറപ്പോ 10. ഭഗവാൻ വിഷ്ണു അവതാരങ്ങൾ 10 അവതാരം ചെയ്തല്ലോ. അപ്പോ നീ 10 പ്രാവശ്യം ജനിച്ചു. പക്ഷെ ഞാനോ എൻ പിറപ്പോ എണ്ണിൽ തുലയാത്, എണ്ണാനൊന്നും പറ്റില്ല. ഇനി മറ്റൊരു ഭക്തൻ പറഞ്ഞു, അത് മാത്രല്ല, നീ എന്തോ പാലാഴിയിൽ കിടക്കണമെന്നൊരു അഭിമാനം നിനക്ക്. ഞാൻ കുടിച്ച അമ്മപ്പാല് കണക്കിലെടുത്തു നോക്കിയാൽ നിന്റെ പാലാഴി വെറും പാത്രത്തിൽ വെച്ച പാല്. അത്ര പാല് കുടിച്ചു കഴിഞ്ഞു എന്നാണ്. എന്നുവെച്ചാൽ അത്ര ജന്മം കഴിഞ്ഞു എന്നർത്ഥം. ഒരു തായ് ഇരുതായി പല കോടിയതായി. അപ്പോ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു എന്നാണ്. അപ്പോ സൃഷ്ടി സ്ഥിതി സംഹാരാദികളൊക്കെ ശക്തിവിശേഷം. ഇതൊക്കെ തന്നെ അടങ്ങിപ്പോകുന്ന ബ്രഹ്മം എന്ന് നമ്മൾ പറയുമ്പോ, ബ്രഹ്മത്തിനെ വൈഷ്ണവത്തിൽ തദ്വിഷ്ണോഹോ പരമം പദം എന്ന് പറയും. ഭഗവാന്റെ നാരായണന്റെ പരമപദം അല്ലേ, നാരായണൻ എന്ന് പറയും. ശൈവത്തിൽ അതിന് ശിവം എന്ന് പറയും. ശിവം, മംഗളം ഒക്കെ അടങ്ങിപ്പോയി. എന്തൊക്കെ പേര് പറഞ്ഞാൽ അതിനെ ശ്രുതി ഉപനിഷത്ത് ബ്രഹ്മം. അതില് സൃഷ്ടി സ്ഥിതി സംഹാരാദികളൊന്നുമില്ല. ഈ സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ എവിടെ വേണം? പ്രകൃതി. ഇതൊക്കെ പ്രകൃതിയാണ്, മായ. മായ എന്ന് പറഞ്ഞ് വേദാന്തികൾ പറയുമ്പോ അത് ഈശ്വരന്റെ ശക്തിവിശേഷം, ബ്രഹ്മത്തിന്റെ ചൈതന്യത്തിന്റെ ശക്തിവിശേഷമാണ്. ആ ശക്തിയാണ് നമ്മൾ പല രൂപത്തിൽ പല ഭാവങ്ങളിൽ ആരാധിക്കുന്നത്. എല്ലായിടത്തും ആ ശക്തിയുടെ ശക്തിയായിട്ടല്ലേ പ്രപഞ്ചത്തിനെ ബ്രഹ്മമായിട്ട് എങ്ങനെ കാണാൻ പറ്റും പറയൂ? കാണാൻ പറ്റുമോ? നിങ്ങൾ കാണുക എന്ന് പറയുന്നതിന് ശക്തിയാണ്, കേൾക്കുക എന്ന് പറയുന്നത് ശക്തിയാണ്, മണക്കുക എന്ന് പറയുന്നത് ശക്തിയാണ്, രുചിക്കുക എന്ന് പറയുന്നത് ശക്തിയാണ്. അന്തർബഹിശ്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിതഃ. ഉള്ളിലും പുറത്തുമൊക്കെ നാരായണൻ വ്യാപിച്ചിരിക്കണു എന്ന് പറയുമ്പോൾ ശക്തിയാണ്, ചൈതന്യം. രാവിലെ എണീറ്റ പച്ച നിറത്തിലെ ചെടികളൊക്കെ അങ്ങനെ തുരുതുരൂന്നിരിക്കുമ്പോ അത് പരമേശ്വരന്റെ സ്വരൂപം, ആനന്ദമാണ്. പക്ഷി മൃഗാദികളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഭഗവാന്റെ ശക്തിയാണ്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവനും ശക്തിയുടെ ലാസ്യമാണ് നമ്മളിവിടെ കാണണത്. ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ലാസ്യമാണ്, ഭഗവാന്റെ പ്രകൃതിയാണ് പ്രപഞ്ചം. പ്രകൃതി എന്ന് കാണുമ്പോൾ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. സമിഥുനം ഉത്പാദയാമാസ. ശ്രുതി പറയണത് ഈശ്വരൻ തന്നെ സ്ത്രീയും പുരുഷനുമായിട്ട് തിരിഞ്ഞു അത്രേ. അതാണ് നമ്മൾ രാധാ കൃഷ്ണൻ പാർവതി പരമേശ്വരന്മാരെന്നൊക്കെ പറയണ ഓരോ ഭാവത്തിലും. ശക്തി ശിവം.
രണ്ട്. ആ ഒന്ന് രണ്ടായിട്ട് തീർന്നു. എന്തിനാ രണ്ടായിട്ട് തീർന്നത് എന്ന് വെച്ചാൽ ആനന്ദിക്കാനായിട്ടാണ്. ആനന്ദിക്കാനായിട്ടാണ്. ആ രണ്ട് തന്നെ ഒരു വശത്ത് ശക്തിയായിട്ട് വേറെ ഒരു വശത്ത് ചൈതന്യം മാത്രമാണ്. ബൃഹദാരണ്യകോപനിഷത്ത് പറയണു എല്ലാത്തിലും ഉണ്ടെന്നാണ് രണ്ട് എന്നാണ്. കല്ലിലടക്കം ആണും പെണ്ണും ഉണ്ട്. കല്ലിലടക്കം. ശില്പശാസ്ത്രം അറിയണവർക്ക് അറിയാം ഇത് പുരുഷശിലയാണോ സ്ത്രൈണശിലയാണോ എന്ന് അവർക്കറിയാം. ഒരു കല്ല് കൊട്ടി നോക്കിയാൽ അത് ആണാണോ പെണ്ണാണോ എന്നറിയാം. അർദ്ധഭൃഗളം ഇവ എന്നാണ്. ഒരു കടല എടുത്തു കഴിഞ്ഞാൽ പകുതിയാക്കി കഴിഞ്ഞാൽ കാണാം അതിനകത്ത് രണ്ടെണ്ണം ഒന്നിൽ തന്നെ ഉണ്ടാവും. അർദ്ധഭൃഗളം. ഒരു കടല പൊട്ടിച്ചാൽ അത് തന്നെ സ്ത്രീയും പുരുഷനുമായിട്ട്. അപ്പൊ ഈ സ്ത്രീ പുരുഷനായിട്ട് പ്രകൃതി പുരുഷനായിട്ട് പ്രപഞ്ചം മുഴുവൻ പിരിഞ്ഞിരിക്കുകയാണ്. രണ്ടായിട്ട്. പുരുഷന്റെ ഉള്ളിൽ സ്ത്രീയുണ്ട്, സ്ത്രീയുടെ ഉള്ളിൽ പുരുഷനുണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആധിക്യമുള്ള ജീവനെ സ്ത്രീ എന്ന് പറയണു. ചൈതന്യ ആധിക്യമുള്ള ജീവനെ പുരുഷൻ എന്ന് പറയണു. അത്രയേ ഉള്ളൂ. സ്ത്രീയുടെ ഒരു ഡയമെൻഷനില് പ്രകൃതിയുടെ ആധിക്യം, പുരുഷന്റെ ഒരു ഡയമെൻഷനില് ചൈതന്യത്തിന്റെ ആധിക്യം. ഒന്ന് ഗുപ്തമാണ്, ഒന്ന് മാനിഫെസ്റ്റഡ് ആണ്. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ട് വേണം പൂർണ്ണതയിലേക്ക് പോവാൻ. വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ വാസ്തവത്തിൽ അതാണ്. എന്തിനാന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും ഒക്കെ കടന്നു പോകണം. മനുഷ്യൻ പ്രകൃതിയും പുരുഷനും ഒക്കെ കടന്നു പോകണം. ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള ഈ ഭേദം തന്നെ ഈ പ്രകൃതി പുരുഷ ഭാവത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു പ്രകടന രൂപമാണ്. ജ്ഞാനിക്ക് സ്ത്രീയും ഇല്ല പുരുഷനും ഇല്ല. അയാൾ പ്രകൃതിയെ പൂർണ്ണമായിട്ട് തരണം ചെയ്തപ്പോൾ അതിനുള്ള വഴിയാണ് ഈ തപസ്, ജ്ഞാനം, അധ്യാത്മമാർഗമൊക്കെ. എല്ലാത്തിനെയും തരണം ചെയ്ത് ചൈതന്യമാത്ര സ്വരൂപസ്ഥിതി. ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യാ പുരുഷേന. പ്രകൃതി പുരുഷൻ എന്നുപോലും ഇല്ലാതെ ഏകാത്മകമായിട്ട് തീരണു അവിടെ എന്നാണ്. ഏകാത്മകമാവണത് എപ്പോഴാ? നമ്മളുടെ ഉള്ളില് ചൈതന്യം സമ്പൂർണമായും പ്രകൃതിയുടെ പിടിയിൽ നിന്ന് വിട്ടുവരണം. ഉപാധി സംബന്ധമില്ലാതെ പിരിഞ്ഞ് പ്രകാശിക്കണം. അപ്പോ പ്രകൃതി പുരുഷഭേദം പോലുമില്ല. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമ്മൾ നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണ.